അടുത്തത് സെക്ഷൻ 36 ആണ്, അതർ ഡിഡക്ഷൻസ്. For deduction available to certain specific expenses are accountable. താഴെ പറയുന്ന ക്ലോസസിൽ സ്പെസിഫിക് ഡിഡക്ഷൻസ് നമുക്ക് കിട്ടും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് സെക്ഷൻ 36(1)(1). ഇതിൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ സ്റ്റോക്സ് ആൻഡ് സ്റ്റോർസ് against അടുത്ത നമ്മൾ സെക്ഷൻ 36 നോക്കാം, അതർ ഡിഡക്ഷൻസ്. അപ്പോൾ ഡിഡക്ഷൻസ് അവൈലബിൾ ടു സർട്ടൻ സ്പെസിഫിക് എക്സ്പെൻസസ് ആണ് കൊണ്ടുവരും. താഴെ പറയുന്ന ആ ക്ലോസസിൽ നമുക്ക് ഡിഡക്ഷൻസ് കിട്ടും. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. സെക്ഷൻ 36(1)(1). ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ സ്റ്റോക്സ് ആൻഡ് സ്റ്റോർസ് എഗൻസ്റ്റ് റിസ്ക് ഓഫ് ഡാമേജസ് ഓർ ഡിസ്ട്രക്ഷൻ. ഇൻവെന്ററിയുടെ മുകളിൽ ഓക്കെ നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ് ആണ്. അപ്പോൾ ആ പറഞ്ഞ ഇൻഷുറൻസ് പ്രീമിയം, അതിന് കൊടുക്കുന്ന പ്രീമിയം, അതിൽ ഡിഡക്ഷൻസ് കിട്ടും. അപ്പോൾ സെക്ഷൻ 30 നമ്മൾ ഇൻഷുറൻസ് ഓൺ ബിൽഡിംഗ് പറഞ്ഞു. സെക്ഷൻ 31 ഇൻഷുറൻസ് ഓൺ P&M പറഞ്ഞു. ഇത് ഇൻഷുറൻസ് ഓൺ ഇൻവെന്ററി ആണ്. അപ്പോൾ റിസ്ക് ഇൻഷുറൻസ്, അപ്പോൾ ഇത് മെയിനായിട്ട് റിസ്ക് ആണ് കവർ ചെയ്യുന്നത്. ദ എമൗണ്ട് ഓഫ് എനി പ്രീമിയം ഇൻ റെസ്പെക്ട് ഓഫ് ഇൻഷുറൻസ് അഗൈൻസ്റ്റ് റിസ്ക്, ഡാമേജ്, ഡിസ്ട്രക്ഷൻ ഓഫ് സ്റ്റോക്സ് ഓർ സ്റ്റോർസ് യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. നോ അതർ പർപ്പസ് ഈസ് അലൗഡ്. ഇതിൽ നമ്മൾ റിസ്കിന് വേണ്ടി ഉള്ള ആ ഇൻഷുറൻസ്, അതിൻ്റെ പ്രീമിയത്തിന് ഡിഡക്ഷൻ കിട്ടും. ഇതിൽ ക്യാഷ് അലൗഡാണ്, അടുത്തത് സെക്ഷൻ 36(1)(1)(a) ഇൻഷുറൻസ് ഫോർ ലിവിങ് ഫോർ ദ ലൈഫ്സ് ഓഫ് കാറ്റിൽ, അതിൽ ക്യാഷ് അലൗഡാണ്. അത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ഫെഡറൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ ദ ലൈഫ്സ് ഓഫ് കാറ്റിൽ ഓൺഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് എ പ്രൈമറി മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് അവരുടെ കന്നുകാലികൾക്ക് എടുക്കുന്ന ഇൻഷുറൻസ്, അതിന് ആ പ്രീമിയത്തിനും നമുക്ക് ആ ഡിഡക്ഷൻസ് കിട്ടും. അവരുടെ മെമ്പേഴ്സിന്റെ കന്നുകാലികൾക്ക് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസിന് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അത് ഇൻഷുറൻസ് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, by the members of primary milk cooperative society affiliated to it is allowable as deduction. In section 36(1)(b), premium for insurance on the health of employees. ഈ ഒരു കേസ് ക്യാഷ് ഇസ് നോട്ട് അലൗഡ്. അതായത് എംപ്ലോയീസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടി എടുക്കുന്ന പ്രീമിയത്തിന് അതിന് ഡിഡക്ഷൻ അവൈലബിൾ ആണ്, പക്ഷെ ക്യാഷ് നോട്ട് അലൗഡ്. An employer can claim deduction in respect of premium paid by him by any mode other than cash for insurance on the health of employees under the scheme of general LIC. So general LIC or any other insurance approved by IRDA, okay, Insurance Regulatory Development Agency. അതിന് ഡിഡക്ഷൻ അലോബിൾ ആണ്. ഇനി ബോണസ് ആൻഡ് കമ്മീഷൻ. Bonus and commission. Section 36(1)(2). Bonus and commission to employees is 100% deductible. പക്ഷെ ഇതിന് 43(b) ആപ്ലിക്കബിൾ ആണ്. അതായത് ഇത് ആക്ച്വലി പേ ചെയ്തില്ല. ഓക്കെ, അക്രൂവൽ മാത്രമല്ല പേ ചെയ്യുന്നത് നമുക്ക് എന്താണ് ആ ടൈമിനുള്ളിൽ, അത് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് പേ ചെയ്യുകയാണ്. ഇത് 100% അലൗഡ് ആണ്. The sum payable to employees as bonus or commission should not be payable to them as profits dividends. അപ്പൊ ഈ പറയുന്ന എമൗണ്ട് അവർക്ക് പ്രോഫിറ്റ്സോ ഡിവിഡൻഡോ കൊടുക്കുന്നതിന് പകരമായിട്ട് കൊടുക്കുന്ന ബോണസോ കമ്മീഷനോ ആയിരിക്കണം. അല്ലാതെയുള്ള ബോണസോ കമ്മീഷനോ ആയിരിക്കണം അവർക്ക്. ഓക്കെ, that should not be payable to them as profits or dividends if it had not been paid as bonus or commission. To prevent private company or association evading tax by distributing a part of the profit by way of bonus among their employees. അപ്പോൾ ബോണസ് ആയിട്ട് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ എംപ്ലോയീസിന് ടാക്സ് പേ ചെയ്യേണ്ട. അപ്പോൾ അത്
വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്നത് പ്രിവെന്റ് ചെയ്യാനാണ് ഇത് പറയുന്നത്. അവർക്ക് ഇത് ബോണസ് ഒരു കമ്മീഷനായിട്ട് കൊടുക്കുന്ന തുക അവരുടെ ഡിവിഡൻഡ് ആയിരിക്കരുത്, ഇല്ലെങ്കിൽ അവരുടെ പ്രൊവിഷ്യർ ആയിരിക്കരുത്. അപ്പം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ബൈ കമ്പനീസ് അബോളിഷ്ഡ് ഫ്രം 120. നേരത്തെ നമുക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴത് അബോളിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ എംപ്ലോയി ഹാസ് ടു പേ ടാക്സ് ഓൺ ഡിവിഡൻഡ് ആസ് IFRS. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഇതിനകത്ത് ഡിവിഡൻഡിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിന് എംപ്ലോയി ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇത് ബോണസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. ഈ ഡിഡക്ഷൻ ഇത് സബ്ജക്റ്റ് ടു സെക്ഷൻ 43B ആണ്. അതായത് സർട്ടൻ ഡിഡക്ഷൻസ് ടു ബി ഓൺലി ഓൺ ആക്ച്വൽ പേയ്മെന്റ് സിമിലർ ടു മുനിസിപ്പൽ ടാക്സ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സെക്ഷൻ 43B അനുസരിച്ച് ആക്ച്വൽ പേയ്മെന്റ് ആണെങ്കിൽ മാത്രമേ അത് അപ്രൂവ് ചെയ്യൂ. സച്ച് എക്സ്പെൻസസ് ഷുഡ് ബി ആക്ച്വലി പെയ്ഡ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ദ റിട്ടേൺ ടു ഗെറ്റ് ഡിഡക്ഷൻ. നമ്മൾ പിന്നെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഇത് പേ ചെയ്തിരിക്കണം. ഓൺ പേയ്മെന്റ് ബേസിസ് ആൻഡ് നോട്ട് ഓൺ അക്രൂവൽ ബേസിസ്. ഓക്കെ, സെക്ഷൻ 43B ഇതിന് ആപ്ലിക്കബിൾ ആണ്. ഇനി സെക്ഷൻ 36(1)(3) ഡിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ് ഈസ് അലോവബിൾ വൈൽ കമ്പ്യൂട്ടിംഗ് ഇൻകം അണ്ടർ BGP. ബോറോഡ് ക്യാപിറ്റൽ മുകളിലുള്ള ഇൻട്രസ്റ്റ് അതിന് ഡിഡക്ഷൻ അലോവബിൾ ആണ്. അപ്പം PGBP ഇൻകം കണക്കാക്കുമ്പോൾ അത് ഡിഡക്ട് ചെയ്യാൻ പറ്റും. Capital may be borrowed in the course of the existing business or for acquiring of assets for the extension of business. അത് ന്യൂ ബിസിനസ് ആവാം, ഇല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ് ആകാം, അതല്ലെങ്കിൽ അക്വിസിഷൻ ഓഫ് അസറ്റ്സ് ഫോർ ദ എക്സ്റ്റൻഷൻ ഓഫ് ബിസിനസ്. അപ്പം ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ലോൺ ആവാം. ഓക്കെ, ബോറോ ചെയ്തതാവാം ക്യാപിറ്റൽ. ആസ് പെർ പ്രൊവിസോ സെക്ഷൻ 36(1)(3) ഈ സെക്ഷൻ അനുസരിച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പെയ്ഡ് ടിൽ ദ ന്യൂ അസറ്റ് വാസ് പുട്ട് ടു യൂസ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. വൺസ് അസറ്റ് പുട്ട് ടു യൂസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഡിഡക്റ്റബിൾ ആയിട്ടുള്ളൂ. ബിഫോർ പുട്ട് ടു യൂസ് ആ വരുന്ന ആ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ദ പാർട്ട് ഓഫ് ദ ഇൻട്രസ്റ്റ് വിൽ ബി ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബിഫോർ പുട്ട് ടു യൂസ്. Explanation 8, section 43(1) clarifies that the interest relatable to a period after the asset is first put to use cannot be capitalized. അപ്പോൾ അത് പുട്ട് യൂസ് ചെയ്തതിന് മുമ്പുള്ള സമയത്തുള്ള അത് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റൂ, അതിനുശേഷം ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുകയില്ല. Hence, interest in respect to the capital borrowed for any period from the date of borrowing to first put to use should be capitalized. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻ ബോറോയിങ് ന്യൂ ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് ബോറോയിങ് ദ ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് പുട്ട് ടു യൂസ്. ഓക്കെ, ആ സമയത്തുള്ളത് ഇൻക്ലൂഡബിൾ ഇൻ ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ്, അത് ക്യാപിറ്റലൈസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഫോർ ദ പീരീഡ് ആഫ്റ്റർ പുട്ട് യൂസ് കഴിഞ്ഞുള്ളത് അലോവബിൾ ആസ് ഡിഡക്ഷൻ വൈൽ കമ്പ്യൂട്ടിംഗ് ബിസിനസ് ഇൻകം. ഓക്കെ, 36(1)(3) അനുസരിച്ച്. ഇനി കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ്, അത് ഷുഡ് ഹാവ് ബീൻ ബോറോഡ് മണി, അത് ബോറോ ചെയ്ത മണി ആയിരിക്കണം. മണി ബോറോഡ് മസ്റ്റ് ഹാവ് യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഡ്യൂറിംഗ് ദ പീരിയഡ്. ആ ബോറോ ചെയ്ത മണി യൂസ് ചെയ്തിരിക്കും. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓർ പേയബിൾ ഓൺ സച്ച് ബോറോയിങ്സ് allowed even if the interest is not paid in time. Okay, അപ്പോൾ ഇൻട്രസ്റ്റ് പേയബിൾ, ഇൻട്രസ്റ്റ് അക്രൂ ആയാലും അത് allowable ആണ്. Point to remember: interest on own capital is not allowed. അപ്പോൾ interest on own capital is not allowed. Notional interest to each member of an association of persons on their contribution, അത് പറഞ്ഞാൽ ലോബിൾ അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഓൺ ക്യാപിറ്റൽ നോട്ട് അലൗഡ്. ഇൻട്രസ്റ്റ് ഷുഡ് ബി പെയ്ഡ് ടു അനദർ പേഴ്സൺ. ഹെൻസ് ഇൻട്രസ്റ്റ് ഓൺ ഓൺ ക്യാപിറ്റൽ ബൈ എ പ്രൊപ്രൈറ്റർ ഈസ് നോട്ട് അലൗഡ്. അല്ലേ, ഒരു പ്രൊപ്രൈറ്റർ അയാളുടെ സ്വന്തം ആയിട്ട് പൈസ ഇട്ടിട്ട് അതിന് ലോൺ ആണെന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റ് എടുക്കുകയാണ്, ദാറ്റ് ഇസ് നോട്ട് അലൗഡ്. വേറൊരു
ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. വേറെ ആളെ പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ഇൻട്രസ്റ്റ് കൊടുക്കാം, പക്ഷേ സ്വന്തം പൈസ ഇട്ടിട്ട് അതിനകത്ത് ഇൻട്രസ്റ്റ് എടുക്കാൻ പറ്റില്ല. Guaranteed interest paid to shareholder on paid up capital not deductible. Interest paid on money borrowed for payment of dividends deductible. Okay. Interest paid on money borrowed for payment of income tax is not deductible. Income tax ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും നമ്മൾ മണി ബോറോ ചെയ്തിട്ട് ഇൻകം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതൊന്നും അതിൻ്റെ ഇൻട്രസ്റ്റ് ഡിഡക്റ്റബിൾ അല്ല. പക്ഷേ GST കേസിൽ ഇത് അലോബിൾ ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ഫേം ടു പാർട്ട്നേഴ്സ് ഓൺ ക്യാപിറ്റൽ is allowed under section 40B, deductible. അപ്പം പാർട്ട്നേഴ്സിന് ഫേം പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് അല്ലേ, അത് അലോബിൾ ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ടു മെമ്പേഴ്സ് നോട്ട് ഡിഡക്റ്റബിൾ. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ വൺ യൂണിറ്റ് ഓഫ് അസസി ടു അനദർ യൂണിറ്റ് ഓഫ് അസസി നോട്ട് അസസി നോട്ട് അലോഡ്. Interest paid to relatives is allowed as deduction subject to section 48. Now, if the interest paid is excess of market rate, ഒരു റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ബിസിനസ് കിട്ടും, അപ്പം അത് റിലേറ്റീവ് ആയതുകൊണ്ട് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഷുഡ് നോട്ട് ബി എക്സസ് ഓഫ് ദ മാർക്കറ്റ് റേറ്റ്, ദെൻ ദ എക്സസ് പോർഷൻ ഷാൾ ബി ഡിസലൗഡ്. അത് മാർക്കറ്റിൽ അവൈലബിൾ ഇൻട്രസ്റ്റ് കൊടുക്കാം. The need for borrowed capital cannot be challenged by income tax authority. നിങ്ങൾക്കത് വേണമായിരുന്നോ എന്നിട്ട് അതെടുക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ചോദിക്കാൻ പറ്റില്ല. ഓക്കെ, അത് ബിസിനസ് ചെയ്യുന്ന ആളുടെ തീരുമാനമാണ് ബോറോ ചെയ്യണോ വേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ഇസ് നോട്ട് അലൗഡ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ വിത്തൗട്ട് ഡിഡക്റ്റിംഗ് ടാക്സ് അറ്റ് സോഴ്സ് ഇസ് നോട്ട് ഡിഡക്റ്റബിൾ. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യ പേ ചെയ്തു, ഇവിടെ TDS ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ട് ഡിഡക്റ്റബിൾ ആണ്. ദി എമൗണ്ട് ബോറോഡ് ക്യാൻ ബി അപ്ലൈഡ് ബോത്ത് ഫോർ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. രണ്ട് കാര്യത്തിനും നമുക്ക് ലോൺ എടുക്കാം. ഓക്കെ, ബോറോഡ് ക്യാപിറ്റൽ എക്സ്പെൻസിനോ ഇല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് ഓൺ മണി ബോറോഡ് ഫോർ ഇൻവെസ്റ്റിംഗ് ആസ് ക്യാപിറ്റൽ ഇൻ പാർട്ണർഷിപ്പ് ഫേം ഇസ് അലൗഡ് ഫോർ ഡിഡക്ഷൻ. ബ്രോക്കറേജ് ആൻഡ് കമ്മീഷൻ ഫോർ അറേഞ്ചിങ് ലോൺ പെയ്ഡ് ടു an agent is not allowed under the section. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കമ്മീഷനോ ബ്രോക്കറേജോ ഈ പറയുന്ന ലോൺ അറേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ഇതിനകത്ത് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി അലൗഡ് അണ്ടർ സെക്ഷൻ 37(1). എന്ന് പറയുന്നത് മിസ്ലേനിയസ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നും വരാത്ത ഡിഡക്ഷൻസ് അല്ലേ, ഇതിൽ ഒന്നും ഉൾപ്പെടാത്ത ഡിഡക്ഷൻസ്, ആ ഡിഡക്ഷൻസിന് ഇത് ആപ്ലിക്കബിൾ ആണ്, അതിനകത്ത് പെടുത്താവുന്നതാണ്. Borrowed money partly used for business if borrowed money is utilized in earning non-assessable. Borrowed money partly used for business. അപ്പം പാർട്ട്ലി യൂസ് ചെയ്യാൻ ഈ ബോറോഡ് മണി യൂട്ടിലൈസ്ഡ് ഇൻ ഏർണിംഗ് നോൺ അക്സസിബിൾ. അപ്പോൾ പാർട്ട്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ഇൻട്രസ്റ്റ് ഓൺ സച്ച് ബോറോയിങ് ഷാൾ നോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. അപ്പോൾ പാർട്ട്ലി ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ അതിന് ഡിഡക്ഷൻ അലോബിൾ അല്ല. ഇനി ഇൻട്രസ്റ്റ് അതർ ദാൻ ബോറോഡ് ക്യാപിറ്റൽ ഷാൽ നോട്ട് ബി അലൗഡ് അണ്ടർ ദിസ് സെക്ഷൻ ബട്ട് ക്യാൻ ബി ക്ലെയിംഡ് അണ്ടർ 37(1). ഇൻട്രസ്റ്റ് ഓൺ ഡിഫേർഡ് പേയ്മെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് പേയ്മെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി ചാർജസ്, ഇൻട്രസ്റ്റ് ഓൺ പർച്ചേസ് ഓഫ് പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ എക്സെട്ര. അത് ഡിഫേർഡ് പേയ്മെന്റ്സ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ അതർ ദാൻ ബോറോഡ് ക്യാപിറ്റൽ, ബോറോഡ് ക്യാപിറ്റൽ അല്ലാത്തതിനുള്ള ഇൻട്രസ്റ്റ്, ഇപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കാൻ താമസിച്ചാൽ അതിന് നമുക്ക് പിഴ വരുന്നു, ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരുന്നു, ഇതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതൊക്കെ 37(1) ഉൾപ്പെടുത്താം. 37(1) എന്താ പറയുന്നത്? എനി എക്സ്പെൻഡിച്ചർ not being expenditure of the nature described in section 30 തൊട്ട് 37 ഉള്ളതിനകത്ത് വരാത്ത എക്സ്പെൻഡിച്ചർ ഉണ്ട്, അത് ബിസിനസ് എക്സ്പെൻസസ് ആണെങ്കിൽ അത് നമുക്ക് 37(1) പ്രകാരം ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, 36(1)(3) ഡിസ്കൗണ്ട് ഓൺ സീറോ കൂപ്പൺ ബോൺസ്. എന്താണ് സീറോ കൂപ്പൺ ബോൺസ്? നോ ഇൻട്രസ്റ്റ് ബോൺസ് ഇഷ്യൂഡ് at discount and redeemable at face value. അത്
നോ ഇൻട്രസ്റ്റ്, അതിന് ഇൻട്രസ്റ്റ് കിട്ടത്തില്ല ആ ബോണ്ടിന്. പക്ഷെ അത് തരുന്നത് ഒരു ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും, റിഡീം ചെയ്ത് ഫേസ് വാല്യൂലായിരിക്കും. ഇപ്പം 100 രൂപയുടെ ബോണ്ട് നമുക്ക് 40 രൂപയ്ക്ക് തരും, അല്ലെങ്കിൽ 60 രൂപയ്ക്ക് തരും. അത് ഇത്ര മാസം കഴിയും, ഇല്ലെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ അത് 100 രൂപയ്ക്ക് നമുക്ക് 100 നമുക്ക് തിരിച്ചു തരും. ഓക്കെ, ഇപ്പം നോ ഇൻട്രസ്റ്റ്, അത് ഇൻട്രസ്റ്റ് ഇല്ല, എൻ്റെ ഫേസ് വാല്യൂ തിരിച്ചു തരും, പക്ഷെ ഇത് ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും നമുക്ക് തരുന്നത്. പ്രൊവൈഡ്സ് ഡിഡക്ഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ സീറോ കൂപ്പൺ ബോണ്ട് ഓൺ പ്രോ റേറ്റ ബേസിസ്. അമോർട്ടൈസേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ സീറോ കൂപ്പൺ ബോണ്ട്സ് ബൈ ഇഷ്യൂയിങ് കമ്പനി. അപ്പൊ നമുക്ക് ഇതിനകത്ത് അമോർട്ടൈസേഷൻ കിട്ടുന്നത് നമുക്ക് അതിൽ മീൻ ആ പറയുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് അമോർട്ടൈസേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ടാക്സ് ട്രീറ്റ്മെന്റ് ഇൻ ഹാൻഡ്സ് ഓഫ് ഇഷ്യൂയിങ് കമ്പനി. അമോർട്ടൈസേഷൻ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്സ് is deductible over the life of such bond calendar months of zero coupon bonds. Discount, that is amount payable on maturity, issue price, okay, on zero coupon bond is deductible on pro rata basis. Okay, so maturity tax treatment in the hands of the investor. Maturity redemption of zero coupon bonds will amount to transfer under section 247 and not to be considered as capital gain tax, as it is only interest income and not chargeable under capital gain. Okay, അത് capital gain അതാണ് ചാർജ് ചെയ്യാൻ പറ്റില്ല. As per section 248, zero coupon bond means a bond issued by any infrastructure capital company or infrastructure capital fund or public sector company, okay, or scheduled bank owner after 1st June 2005, in respect of which no payment and benefit is received or receivable before maturity or redemption. അത് നമുക്ക് മറ്റ് പേയ്മെന്റോ ഒന്നും നമുക്ക് ഇൻട്രസ്റ്റോ ഒന്നും കിട്ടില്ല, അത് അതിന് മെച്ചൂരിറ്റിക്ക് മുമ്പ്. ഫ്രം ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ കമ്പനി or infrastructure capital fund or public sector company which the central government may by notification specify in this behalf. But ഇത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ദി എമൗണ്ട് റിസീവ്ഡ് ഓർ റിസീവബിൾ on issue of the bond and the amount payable on maturity. നമുക്ക് 60 രൂപയ്ക്ക് കിട്ടുവാണ് 100 രൂപ വേണമെന്നെങ്കിൽ ഡിഫറൻസ് ആണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, 40 രൂപ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പീരീഡ് ഓഫ് ദ ലൈഫ് ഓഫ് ദ ബോണ്ട്, ദ പീരീഡ് കമൻസിംഗ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദ ബോണ്ട് ആൻഡ് എൻഡിങ് ഓൺ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഓർ റിഡംപ്ഷൻ. ഡിഡക്ഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ സീറോ കൂപ്പൺ ബോണ്ട് being the difference between the amount receivable and the amount payable at redemption maturity by the issue company is allowable on pro rata basis, having regard to the life of the bond to be calculated. In the example, zero coupon bonds issued on 1/8/24, it is redeemable on 31/7/2034. Okay, 10 കൊല്ലത്തേക്കുള്ള ഒരു ബോണ്ട്, ഉദ്ദേശം 10 കൊല്ലം. Issues at a discount at 40 rupee discount, redeemable at 100, face value 100 ആണ് after 10 years. Company issued 1 lakh bonds. Okay, zero coupon bond 1 lakh number ഇഷ്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 rupees, 100 minus 40 into എത്ര ഷെയർ? 1 lakh ഷെയർ. അപ്പോൾ ടോട്ടൽ 1 lakh into 60 lakhs. അപ്പോൾ ഡിസ്കൗണ്ട് പെർ മന്ത് എന്ന് പറയുന്നത്, ഓക്കെ, ഡിസ്കൗണ്ട് പെർ മന്ത് എന്ന് പറയുമ്പോൾ 6 lakhs അല്ല 60 lakhs ഡിവൈഡ് ബൈ 10 കൊല്ലത്തേക്ക് 10 into 12, 50,000. അപ്പം ഇത് പ്രീവിയസ് ഇയർ 24-25, അതായത് സ്റ്റാർട്ട് ചെയ്ത് 1/8/24 തീരുന്നത് 31/7, അതായത് അത് കറക്റ്റ് 10 കൊല്ലം എന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 10 into 12 എന്ന് എടുത്തത്, ആ നമ്പർ ഓഫ് മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പം പ്രീവിയസ് 24-25 ഡിസ്കൗണ്ട് അലോഡ് എത്രയാണ്? ഈ 24-25 എത്രയാണ്? 1/8/24. അപ്പം 8ാം മാസം തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, 8 മാസമായി. ഓക്കെ, അപ്പം 8 months into 50,000 പെർ മന്ത് 50,000 ആണ്. 8 months into 50,000, 4 lakhs rupees ഡിസ്കൗണ്ട് അലൗഡ് ആണ് ആ വർഷത്ത്. ഇനി അടുത്ത കൊല്ലം, അടുത്ത 9 കൊല്ലത്തോളം, അതായത് ഒരു കൊല്ലത്ത് ഇങ്ങനെ ഇനി 25-26 തൊട്ട് 33-34 വരെ, ഓക്കെ, അടുത്ത 8 കൊല്ലത്തേക്ക്.
ഇത് എന്താണ് ഡിസ്കൗണ്ട് അലോഡ് 50,000 ഇൻറ്റു 12. 50,000 into 12, 6 lakhs. 34-35 31/7, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം. ആ ഫിനാൻഷ്യൽ ഇയറിൽ 34 എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 34-35 4 മാസം. ഓക്കെ, അപ്പം 50,000 into 4 2 lakhs. ഓക്കെ, ഇത് ബോണ്ട് ഈസ് issued on 10/8/24 and renewable on 9/8/34. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ റേറ്റ് 1/8 31/7 ഈ ഒരു കേസിൽ 10/8 പിന്നെ റിന്യൂവബിൾ ഓൺ 9/8 ആണെന്നുണ്ടെങ്കിൽ ലെസ് ദൻ 15 ഡേയ്സ് തെറ്റിനു. അപ്പോൾ 10 ദിവസമേ ഉള്ളൂ ഈ ഒരു മാസത്തിൽ. അതുകൊണ്ട് ആ മാസം നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, ലെസ് ദൻ 15 ഡേയ്സ് ആണ് ഇഗ്നോർ ചെയ്യാം. അത് ആ മാസം കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് 9/8/34 എന്ന് പറയുമ്പം അവിടെ 22 ദിവസമുണ്ട്. അതുകൊണ്ട് ആ മാസം കൺസിഡർ ചെയ്യണം. Less than 50 days is ignored, 15 days and more is considered 1 month. Hence the month August 24 is considered and July 9 is ignored. As 24 അല്ല, was 34. Considered okay, and July 9 is ignored. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ 50,000 zero coupon bonds issued at 75 rupees. അപ്പോൾ ഫെയർ വാല്യൂ ബോണ്ട്, ഫേസ് വാല്യൂ ബോണ്ട് ഈസ് ₹100 എന്ന് പറഞ്ഞാൽ 25 rupees ഡിസ്കൗണ്ട് ആണ്. ഇഷ്യൂഡ് ഓൺ 9th December 24. അതുകൊണ്ട് 10 മാസങ്ങൾ കണക്കാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു 9th December ആകുമ്പോൾ മോർ ദൻ 15 ഡേയ്സ് ആണോ ലെസ് ദൻ 15 ഡേയ്സ് ആണോ നോക്കും. അത് മോർ ദൻ 15 ഡേയ്സ് ആണ്. അതുകൊണ്ട് ഈ ഒരു കേസിൽ ഓക്കെ, ആഫ്റ്റർ 10 months ആണ് റിന്യൂവബിൾ. ഈ ഒരു കേസിൽ എന്താണ്, അത് December 24 എന്ന് പറയുമ്പോൾ 9th December 24 23 ഡേയ്സ് ഉണ്ട്. അത് കൗണ്ട് ചെയ്യണം. പിന്നെ ജാനുവരി, ഫെബ്രുവരി എല്ലാം കൗണ്ട് ചെയ്യാം. ഇനി അത് എന്താണ് 10 മാസം നമ്മൾ കണക്കാക്കുമ്പം എന്താണ് 10 മാസം ഡിസംബറോട് ജാനുവരി 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, 5 മാസം, 6 മാസം, 7 മാസം, 8 മാസം, 9 മാസം, 10 മാസം. ഈ 10ാമത്തെ മാസം ഒക്ടോബറിൽ എന്താണ് ഡിസംബർ 9 ആയതുകൊണ്ട് 8 ഒക്ടോബർ 8 ഇത് മച്ചുറാവും. പക്ഷെ അതിന്റെ ഇഷ്യൂ എന്താണ്, ഒക്ടോബർ 8 ലെസ് ദൻ 8 ഡേയ്സേ ഉള്ളൂ, ലെസ് ദൻ 15 ഡേയ്സ് ആണ്. അതുകൊണ്ട് എന്താണ് അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഗ്നോർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ കണക്കാക്കുന്നത്, 10 മാസത്തേക്കല്ലേ. അപ്പോൾ 10 മാസം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 മാസം. സെപ്റ്റംബർ 10 മാസമാണ്. അപ്പോൾ അതുകൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ടോട്ടൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 100 - 75 25 into 50,000 2,50,000. അതിൻ്റെ ഡിസ്കൗണ്ട് പെർ മന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1,25,000 ഡിസ്കൗണ്ട്. അപ്പോൾ ഫോർ ദ പ്രീവിയസ് ഇയർ 24-25 എന്ന് പറഞ്ഞാൽ 4 മാസം. 4 മാസം ഏതൊക്കെയാണ്, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 4 മാസം. ഈ 4 മാസത്തേക്ക് നമുക്ക് ഈ ഒരു എമൗണ്ട് കൊണ്ട് 1,25,000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5 lakhs കിട്ടും. ബാക്കിയുള്ള 6 months 7,50,000, ടോട്ടൽ 2,50,000. സെക്കൻഡ് കേസിൽ എങ്ങനെയാണ്, സെക്കൻഡ് കേസിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇഷ്യൂ ചെയ്തത് December 15 ആണ്. ഓക്കെ, കേസ് 2 16 December, issued date 16 December. December ഇഷ്യൂ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്,
ഡിസംബർ ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അത് 15 ഡേയ്സിന് മുകളിലാണ്, അതൊന്ന് കൗണ്ട് ചെയ്യണം. പക്ഷേ 15th ഒക്ടോബറിലാണ് ഇത് തീരുന്നത്. അപ്പോൾ അതും കൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ടോട്ടൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 മാസം അവിടെ വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഉള്ള ഈ 10 മാസത്തെ നമുക്ക് ടോട്ടലുള്ള ഈ 12,50,000 എന്ന് പറയുന്ന എമൗണ്ടിനെ ഓക്കെ അതിന് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട് നമുക്ക് 1,13,636. ഓക്കെ, ഈ എമൗണ്ടിനെ 24-25 4 മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 25-26 7 മാസം 11 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ 7 മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, നമുക്ക് 12,50,000 കിട്ടും. അങ്ങനെ ആയിരിക്കും അത് നമ്മൾ ഡിസ്കൗണ്ട് ഡിഡക്ഷൻ നല്ല ഇത് ഈ പറഞ്ഞ അവൈൽ ചെയ്യുന്നതിനകത്ത് സീറോ കൂപ്പൺ ബോണ്ട് നമ്മൾ ഡിഡക്ഷൻ നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത്. സീറോ കൂപ്പൺ ബോണ്ട്സ് ആർ issued by Elite Limited, an infrastructure capital company, on October 4, 2024. Issue price is 85 and face value as well as amount payable at maturity is 100. Face value 100, issue price 85. അപ്പോൾ ഡിസ്കൗണ്ട് എത്ര 15 രൂപ. റിഡംഷൻ ഡേറ്റ് ബീങ് 10/20/35. Number of bonds subscribed by public is 1 lakh. These bonds are notified by government as zero coupon bonds. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സീറോ കൂപ്പൺ ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ എലൈറ്റ് ലിമിറ്റഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ കമ്പനി ഓൺ October 4, 2024. ഓക്കെ, അപ്പോൾ October 4, 2024 ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ആ ഒരു മാസം എന്ന് പറഞ്ഞാൽ മോർ ദാൻ 15 days അതിനകത്തുണ്ട്. 4 തൊട്ട് 24, 2024. ഇഷ്യൂ പ്രൈസ് 85 ആണ്. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ ഫേസ് വാല്യൂ 100 ആയതുകൊണ്ട് 15 rupees ആണ് ഡിസ്കൗണ്ട്. റിഡക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? July 10, 2035. അപ്പോൾ റിഡക്ഷൻ ഡേറ്റ് July 10 ആയതുകൊണ്ട് അല്ലേ, അത് 10 ദിവസം, അത് 15 days താഴെ ആയിരിക്കും. അതുകൊണ്ട് ജൂലൈ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ബോണ്ട്സ് സബ്സ്ക്രൈബ് ബൈ പബ്ലിക് ഈസ് നമ്മൾ പറഞ്ഞ 1 lakh ആണ്. ദീസ് ബോണ്ട്സ് ആർ നോട്ടിഫൈഡ് ബൈ ഗവൺമെന്റ് സീറോ കൂപ്പൺ. അപ്പോൾ ഇതിനകത്ത് 24-25 നമുക്ക് 6 മാസം കിട്ടും. അത് ഒക്ടോബറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒക്ടോബർ മാസം നമ്മൾ കൺസിഡർ ചെയ്യണം. ഒക്ടോബർ കൺസിഡർ ചെയ്യണം. ഒക്ടോബർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസം, 6 months. ആ 6 months നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒക്ടോബർ 27 days ഉണ്ട്, അതുകൊണ്ട് കൗണ്ട് ചെയ്തു. പിന്നെ നവംബർ തൊട്ട് മാർച്ച് വരെ 5 months. അപ്പോൾ 5 + 1 6 months. ഇനി 24-26 തൊട്ട് 34-35 വരെ 9 കൊല്ലമാണ്. അപ്പോൾ 9-12 months 108 വരും. ഓക്കെ, അപ്പോൾ 25-26 തൊട്ട് 26-27 വരെ 1 മാസം, അല്ല ഒരു 26-27 തൊട്ട് 27-28 2 മാസം, അങ്ങനെ നിങ്ങൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9 വർഷം കിട്ടും. ഓക്കെ, 2 വർഷം, അങ്ങനെ 9 നമുക്ക് 9 കൊല്ലം കിട്ടും. അപ്പോൾ അതിനെ 12 മാസം ഡിവൈഡ് ചെയ്യുന്നത് 108 കിട്ടും. അത് താഴത്ത് 26-25-26-27-29 അങ്ങനെ 9 കൊല്ലം, 35-35 വരെ. ഇനി 35-36 നമുക്ക് July 10, 2035 അപ്പോൾ നമുക്ക് ഏപ്രിൽ, മെയ്, ജൂണ്, പിന്നെ ജൂലൈ കൂട്ടാൻ പറ്റില്ല, കാര്യം ബിലോ 15 days ആണ്. അതൊക്കെ ജൂലൈ കൂട്ടാൻ പറ്റില്ല, 3 മാസങ്ങളും. 35-36 3 months, ജൂലൈ നോട്ട് കൗണ്ടഡ്. അപ്പോൾ ടോട്ടൽ 117 months ഉണ്ട്. അപ്പോൾ എഫക്റ്റീവ് മന്ത്സ് ഓർ പീരിയഡ് ഡിസ്കൗണ്ട് ഈസ് ഫ്രം October 24 തൊട്ട് ജൂൺ 35 വരെ ഉള്ളൂ എഫക്റ്റീവായിട്ട്. ഓക്കെ, ജൂലൈ കൺസിഡർ ചെയ്യാൻ പറ്റും. മൊത്തം 117 months. ടോട്ടൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിസ്കൗണ്ട് നമുക്ക് 15 രൂപയാണ്. 15 ഗുണം 1,15 lakhs. കാര്യം 1 lakh ആളുകൾ ഇത് പബ്ലിക് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോറേറ്റഡ് ഡിവിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ 50 lakhs ഡിവൈഡ് ബൈ 117
12,820.5 ആണ്. അതായത് 12,821 രൂപ കിട്ടും. അപ്പം 24-25 കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ 6 months കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അടുത്ത ഓരോ കൊല്ലവും 12 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം ലാസ്റ്റ് മന്തിൽ 3 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ നമുക്ക് ഇപ്പോൾ 15 lakhs ഡിഡക്ഷൻ നമുക്ക് കിട്ടാവുന്നതാണ് ഇതിൻ്റെ പീരീഡ്. ഓക്കെ, അടുത്ത സെക്ഷൻ 36(1)(4) കോൺട്രിബ്യൂഷൻ ടു PF. അപ്പോൾ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് RPF ആൻഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. ഓക്കെ, അത് സബ്ജക്റ്റ് 4(3)(b) ആണെങ്കിൽ അത് അലൗഡ് ആണ്. 36(1)(5) എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഗ്രാറ്റുവിറ്റി ഫണ്ട് സബ്ജക്റ്റ് ടു 43(b). 43(b) അതായത് ആക്ച്വൽ പേയ്മെന്റ് നടത്തിയാൽ മാത്രമേ ഇത് ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പം ഇതിനകത്ത് എംപ്ലോയറുടെ സൈഡിൽ നിന്ന് PF-ന്റെ ഷെയർ എംപ്ലോയർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5,000 കൊടുക്കുന്നു, എംപ്ലോയി 5,000 കൊടുക്കും. അപ്പോൾ എംപ്ലോയിയുടെ ഈ പറയുന്ന 5,000 PF-ലേക്കുള്ള പൈസ അത് എംപ്ലോയർ പിടിച്ചിട്ടാണ് PF ഫണ്ടിലേക്ക് കിട്ടുന്നത്. അപ്പം എംപ്ലോയറുടെ ആക്ച്വൽ അപ്പം സാലറി 45,000 കൈ കിട്ടുന്നെങ്കിൽ ഈ 5,000 കൂടി ചേർത്ത് 50,000 ആയിരിക്കും സാലറി. ഈ 50,000-ൽ നിന്ന് 5,000 പിടിച്ച് 45,000 എംപ്ലോയിക്ക് കൊടുക്കുകയും 5,000 എംപ്ലോയിയുടെ PF കോൺട്രിബ്യൂഷനായിട്ട് PF ഫണ്ട് ഇടുകയാണ് എംപ്ലോയർ ചെയ്യുന്നത്. എംപ്ലോയറുടെ സൈഡിൽ നിന്നും 5,000 ഇടുന്നു, ടോട്ടൽ 10,000 PF ഫണ്ടിലേക്ക് പോകും. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു ബി റിമിറ്റഡ് വിത്തിൻ ഡ്യൂ ഡേറ്റ് ബൈ എംപ്ലോയർ. അപ്പൊ എംപ്ലോയി കൊടുക്കുന്ന പൈസ വിത്തിൻ ഡ്യൂ ഡേറ്റ്, ദാറ്റ് ഇസ് 15 days ഓഫ് ദ നെക്സ്റ്റ് മന്ത് ഫോർ PF. അപ്പം ഈ മാസം പിടിക്കുന്ന പൈസ അടുത്ത മാസം 15-ാം തീയതിക്ക് മുമ്പ് PF ഫണ്ടിലേക്ക് ഇട്ടിരിക്കണം. ഓർ വിൽ ബി ട്രീറ്റഡ് ആസ് ബിസിനസ് ഇൻകം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് എംപ്ലോയറുടെ ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കി ടാക്സ് പേ ചെയ്യണം. ആൻഡ് ഡിഡക്ഷൻ കനോട്ട് ബി ക്ലെയിംഡ് ഫോർ എവർ. അപ്പോൾ അതിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനും പറ്റില്ല. ഈ പറയുന്ന എമൗണ്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അത് ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കും. ഓക്കെ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ. അപ്പം എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു ബി പെയ്ഡ് ബിഫോർ ഡ്യൂ ഡേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻകത്തിന് ഡ്യൂ ഡേറ്റിന് മുമ്പ്, അതായത് ഓഡിറ്റ് വേണ്ട ഫേംസ് ആണെങ്കിൽ 31st October, വേണ്ടാത്തതാണെങ്കിൽ 31st July ആണ്. അപ്പോൾ അതിന് മുമ്പ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു ബി പേ. അപ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 31st October മുമ്പ് പേ ചെയ്തിരിക്കണം ഓഡിറ്റിംഗ് വേണ്ടവരാണെങ്കിൽ. നോ ഡിഡക്ഷൻ ഫോർ ദാറ്റ് PAE ഇഫ് നോട്ട് ഡൺ. അപ്പം അങ്ങനെ ചെയ്തതിന് ഡിഡക്ഷൻ കിട്ടുകയില്ല. ഇറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ഇൻ ദ PAE ഇൻ വിച്ച് റെമിറ്റൻസ് ഇസ് ഡൺ. അപ്പോൾ റെമിറ്റൻസ് പിന്നെ ചെയ്താൽ എന്നാണോ പേ ചെയ്യുന്നത് ആ PAE-യിൽ മാത്രമേ അതിൻ്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സെക്ഷൻ 43(b) ഈസ് ആപ്ലിക്കബിൾ. സെക്ഷൻ 43(b) ആപ്ലിക്കബിൾ ആണ്. അപ്പം സാലറി ഫോർ എക്സാമ്പിൾ സാലറി എക്സ്പെൻസ് ഫോർ ദ എംപ്ലോയർ ഈസ് 50,000. അതിൽ 5,000 എന്ന് പറയുന്നത് PF കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ എംപ്ലോയർ എക്സ്പെൻസ് എന്ന് പറയുന്നത് ടോട്ടൽ എംപ്ലോയർ പേ ചെയ്ത 5,000-ഉം 50,000 സാലറി ചെയ്ത് 55,000 ആണ്. അതിൽ 50,000 സാലറി 5,000 PF-ലേക്ക് പോകും. റിസീവ്ഡ് ബൈ എംപ്ലോയി 45,000. കാര്യം എന്ന് പറഞ്ഞാൽ 5,000 PF ആയിട്ട് പിടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് ഈ പറയുന്ന PF ഫണ്ടിലേക്ക് ഇടേണ്ടതാണ്. Remitted to PF by employer 10,000 remit ചെയ്യണം. The employee contribution of PF shall be remitted by employer on or before 15th of next month. Okay. ഇപ്പോൾ എംപ്ലോയറുടെ P&L അക്കൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സാലറി 50,000, ഓക്കെ, ടു PF 5,000. അപ്പം സാലറി 50,000, the employee contributed to PF shall be remitted before PF time limit. ഓക്കെ, അപ്പോൾ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ PF ടൈം ലിമിറ്റ് 15 days ഓഫ് ദ നെക്സ്റ്റ് മന്ത്. അതിന് മുമ്പ് അത് റിമിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള റിട്ടേൺസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് ഈ PF എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് PF-ന് എംപ്ലോയിക്കാണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, എംപ്ലോയർക്കല്ല. എംപ്ലോയർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ മാത്രമാണ്. ടു PF അക്കൗണ്ട് 15,000 അല്ല 5,000 ഇട്ടത് ബിഫോർ the employer contribution to PF can be remitted only before the due date of RTI, okay, filing for which PY.
അപ്പം ആ ഫോർ ദ പി വൈ അപ്പം എന്ന് പറഞ്ഞാൽ അത് ആർ ടി ഐ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് ആ പ്രീവിയസ് ഇയറിൽ ആർ ടി ഐ ഫയൽ ചെയ്യുന്ന ഡേറ്റിന് മുമ്പ് അത് പിന്നെ പി എഫ് ഫണ്ടിലേക്ക് ഇട്ടിരിക്കണം. ഹിയർ 43B ടൈം ലിമിറ്റ് ഇസ് ആപ്ലിക്കബിൾ. ഈ 43B എന്ന് പറയുന്നത് എംപ്ലോയിയുടെ കേസിൽ ആപ്ലിക്കബിൾ അല്ല, പക്ഷേ എംപ്ലോയറുടെ കേസിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. ഇഫ് നോട്ട് റെമിറ്റഡ് ബിഫോർ ഡ്യൂ ഡേറ്റ് it will be allowed in the it will be allowed in the previously in which it will remit. ഏത് കൊല്ലമാണോ അത് റെമിറ്റ് ചെയ്യുന്നത് ആ കൊല്ലം മാത്രമേ അത് അലോ ചെയ്യുകയുള്ളൂ. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് റിക്കഗ്നൈസ്ഡ് പി എഫ് ആർ പി എഫ് ആൻഡ് അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട് and approved gratuity fund are allowable as deduction subject to section 43B. Contribution towards unrecognized PF is not allowed as deduction. Contribution towards statutory PF is allowed as deduction under section 37(1). Okay. അപ്പോൾ 37(1) ഉപയോഗിച്ച് ഈ 36 വരെ വരാത്ത കാര്യങ്ങൾ 37(1) അത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്ഷൻ 36(1)(5) contribution to an approved gratuity fund is allowed. Okay. Contribution approved gratuity fund is allowable subject to the condition that the gratuity fund should be for exclusive benefit of the employees under an irrevocable trust. അല്ലേ? അപ്പം ഇറിവോക്കബിൾ ട്രസ്റ്റിന് താഴെ ആണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രാറ്റുവിറ്റി ഫണ്ട് അത് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. Such amount must have been actually paid before the due date of furnishing return. Section 43B applicable ആണ്. Section 36(1)(4)(a) employer's contribution to the account of the employer under notified pension welfare or welfare scheme referred in section 80CCD. Okay. ഇപ്പോൾ നോട്ടിഫൈഡ് പെൻഷൻ സ്കീം NPS അത് 80CCD-യിൽ ഡിഡക്റ്റബിൾ ടു ദി എക്സ്റ്റെൻഡ് ഓഫ് 10% ഓഫ് ബേസിക് പ്ലസ് DA. Actual contribution or 10% basic plus DA, whichever is less. 43B is applicable here also. Employees' contribution under the notified pension scheme under section 80CCD to the account of an employee is allowed as deduction while computing business. അപ്പം ഇത് allowable ആണ്. അപ്പം employees' contribution to notified pension scheme under section 80CCD is allowable. അതെന്ന് പറഞ്ഞാൽ 10% actual contribution or 10% whichever is less. Maximum limit, however, such deduction will be restricted to 14%. അപ്പോൾ maximum limit 14% ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 10% നോർമൽ ആയിട്ട് ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓർ 10%. മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 14% സാലറി ഓഫ് ദി എംപ്ലോയി. എംപ്ലോയിയുടെ സാലറിയുടെ 14% കൂട്ടി പിടിക്കാനും പറ്റില്ല. ഓക്കെ, മാക്സിമം ലിമിറ്റ് ഓഫ് ദ സാലറി ഓഫ് ദി എംപ്ലോയി in the previous year. Salary for the purpose include DA if the terms of the employment is so provided. അപ്പോൾ DA വരുന്നപ്പോഴാണ് terms of the employment DA ഉണ്ടെങ്കിൽ സാലറി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബട്ട് എക്സ്ക്ലൂഡ്സ് ഓൾ അതർ അലവൻസസ് ആൻഡ് പെർക്സ്. മറ്റ് പെർക്സ് എല്ലാം ഇതിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്യണം. മറ്റ് പെർക്സ് DA പിടിക്കാൻ പറ്റുന്നത് അതിൻ്റെ എംപ്ലോയിയുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അത് ഉണ്ടെങ്കിൽ മാത്രം DA നമുക്ക് പിടിക്കാം. സെക്ഷൻ 36(1)(5)(a) and 57(1)(a) employees' contribution towards staff welfare schemes, recognized PF and approved superannuation fund, approved gratuity fund, ESI fund. ഈ ഒരു കേസിലല്ല. Amount received by an assessee employer as contribution from the employees towards their welfare fund to be allowed only if such amount is credited on or before the due date under the relevant act rule. ഓരോ ഇപ്പോൾ PF ആണെങ്കിൽ PF-നകത്ത് ഡേറ്റ് PF ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഡേറ്റിന് മുമ്പ് ഉപയോഗിക്കണം. അതുപോലെ അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ടിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ESI ഫണ്ടിൽ അതിൻ്റെ ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പറയുന്ന സ്പെസിഫിക് ഡേറ്റിനുള്ളിൽ അത് പേ ചെയ്താൽ മാത്രമേ അതിന് ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. എമൗണ്ട് റിസീവ്ഡ് ബൈ അസസി എംപ്ലോയർ ആസ് കോൺട്രിബ്യൂഷൻ ഫ്രം ഹിസ് എംപ്ലോയി. എംപ്ലോയീസ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അത് ഈ പറയുന്ന ഓരോ ഫണ്ടിലേക്കും ആ പറയുന്ന അക്കൗണ്ടിലേക്ക് അത് റെമിറ്റ് ചെയ്യേണ്ടതാണ്. അതിൽ പറയുന്ന സ്പെസിഫൈഡ് ഡേറ്റിന് മുമ്പ് അത് റെമിറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എംപ്ലോയീസ്. ഇനി ഡിഡക്ഷൻ റിസീവ്ഡ്
by an assessee employer as contribution from employees toward their welfare fund PF to be allowed only if such amount is credited by the employer or taxpayer to the employee's account on or before the due date. The date by which the assessee is required as an employer to credit such contribution to the employee's account in the relevant fund. അപ്പം ആ സ്പെസിഫിക് ആയിട്ട് ഡേറ്റ് ഓരോ കേസിലും പറയുന്ന സ്പെസിഫിക് ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ RPF കേസ് നമ്മൾ പറഞ്ഞ് 15th നെക്സ്റ്റ് മന്ത് എന്ന് പറയും. ഓക്കെ, അതുപോലെ ഓരോന്നിനും ഡേറ്റുകളുണ്ട്. If such payment or contribution is delayed or not paid before the due date of such act, it is disallowed. Okay. Is it disallowed forever and no deduction allowed to the employer for the employee contribution from his salary, and such income will be treated as business income and will be taxed accordingly. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? അത് പേ ചെയ്യുന്നില്ലെങ്കിൽ അത് എംപ്ലോയറുടെ ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കി അതിന് എംപ്ലോയർ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പം PF superannuation fund or any other fund set up before under the provisions of Employees State Insurance Act 1948 or any other fund for the welfare of such employees. അപ്പോൾ as per EPF scheme 15th of next month ആണ്. 43B is not applicable in this case. അത് applicable അല്ല എംപ്ലോയീസിന്റെ കേസ്. Due date is not the due date of ROI under section 139(1) clarification by Finance Act 2020. അത് ആ ഡേറ്റ് അല്ല, ഈ ഓരോ ആക്ടിലും പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ആണ്. ഓക്കെ, അത് 43B ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ആസ് പെർ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ഇറ്റ് ബി ഡെപ്പോസിറ്റ് DSA ആക്ട് അനുസരിച്ച് വിത്തിൻ 21 days ഓഫ് ദ ഫോളോയിങ്, അതായത് 21st മുമ്പ്, നെക്സ്റ്റ് മന്ത് 21st മുമ്പ് അത് റെമിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇഫ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് ഡെപ്പോസിറ്റഡ് ബൈ എംപ്ലോയർ ഓൺ ബിഫോർ ഡ്യൂ ഡേറ്റ്, no treatment required. If not deposited or delayed, taxable as business income. Okay, in this case. ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. പ്രീവിയസ് 24-25 ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് ROI 31/7/25 ആണ്. ഓക്കെ, അപ്പോൾ PF കോൺട്രിബ്യൂഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സാലറി മന്ത് May 24 സാലറി. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ May 24 ആണെങ്കിൽ എപ്പോഴാണ് ബിഫോർ ROI അത് ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് പേയ്മെന്റ് 31/4/25. ROI എന്ന് പറയുമ്പോൾ 31/7 ആണ് ഡ്യൂ ഡേറ്റ്. അപ്പം അത് 31/7 മുമ്പായതുകൊണ്ട് അത് അലോബിൾ ആണ്. 24/25 അലോബിൾ ആണ്. ഇനി എംപ്ലോയർ 31/5/25 ഡേറ്റ് ഓഫ് പേയ്മെന്റ് 31/5/25 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായത് May 24 31/5 ആണ് പേ ചെയ്യുന്നതെങ്കിൽ ഏത് കൊല്ലമാണോ പേ ചെയ്തത് ആ കൊല്ലത്ത് മാത്രമേ അത് അവൈലബിൾ, അത് ഈ പറയുന്ന പോലെ അലോബിൾ ആകത്തുള്ളൂ. ഓക്കെ, അത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ട്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ May 24 ആകുമ്പം ആ മെയിൽ തന്നെ October 31 അല്ല May 25 ആകുമ്പം ആ ഫിനാൻഷ്യൽ ഇയർ 24 May ആകുമ്പോൾ 24-25 എന്നുള്ള ഫിനാൻഷ്യൽ ഇയറാണ്. 24-25 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പം നെക്സ്റ്റ് ഇയറിൽ അസസ്മെന്റ് ഇയറിൽ വരുള്ളൂ. അങ്ങനെ ആകുമ്പം അത് 24-26 May 31/7 മുമ്പ് ചെയ്താൽ മതി. 31/5 ചെയ്തു, അതുകൊണ്ട് ബിഫോർ ROI അത് അലോബിൾ ആണ് ചെയ്തതുകൊണ്ട്. അപ്പം May 24 ഇനി എംപ്ലോയർ 11/11/25 ആവുമ്പം അത് കഴിഞ്ഞു പോയി. കാര്യം 7 മാസത്തിന് മുമ്പ് ചെയ്യണമായിരുന്നു, അല്ലേ, ജൂലൈക്ക് മുമ്പ് ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ അത് ആഫ്റ്റർ ROI ആണ് ഫയൽ ചെയ്തുകൊണ്ട് അത് നോട്ട് അലൗഡ് ആണ്. ആഫ്റ്റർ ROI ആണ് ഇത് ഫയൽ ചെയ്തത്. ഇനി May 24 ഇനി എംപ്ലോയി ആണ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ May 25 ആണെങ്കിൽ June 15 മുമ്പ് ചെയ്തിരിക്കണം. 10/8/24 നോട്ട് അലൗഡ് ആണ്. ഓക്കെ, May 24 എംപ്ലോയിയുടെ തന്നെ May 24 ആകുമ്പം നമ്മളെന്താ പറഞ്ഞത് 15/6 മുമ്പ് ചെയ്തിരിക്കുന്നത് വിത്തിൻ ടൈം ആണ്, അതുകൊണ്ട് 24/25 അലൗഡ് ആണ്. May 24 എന്നുണ്ടെങ്കിൽ 31/3/25
അപ്പം അത് 15(6) കഴിഞ്ഞു പോയതുകൊണ്ട് നോട്ട് അലൗഡ് ആണ്. അടുത്തത് സെക്ഷൻ 36(1)(6) റൈറ്റ് ഓഫ് ഫോർ അലവൻസ് ഫോർ ആനിമൽസ് ചാർജ് ടു ബി ആൻഡ് ഫുള്ളി നോ ഡിപ്രിസിയേഷൻ. ഓക്കെ, അപ്പം ഇൻ കേസ് ആനിമൽസ് വിച്ച് ആർ യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, അപ്പം ആനിമൽസിനെ നമ്മൾ ബിസിനസ്സിന്റെ പ്രൊഫഷനിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ആ സ്റ്റോക്ക് ഇൻ ട്രേഡ്, അത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടല്ല, അല്ലാതെ നമ്മൾ ബിസിനസ്സിന്റെ പ്രൊഫഷനിൽ അതിന്റെ യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ് ഹാവ് ഡെയ്ഡ് ഓർ ബിക്കം യൂസ്ലെസ്, the difference between the actual cost and the amount realized, if any, in respect of carcasses or sale of animal is allowable as deduction. അപ്പം നമ്മൾ അതിനെ വിറ്റ് അത് പിന്നെ അതിന് ഡെത്തിന് ശേഷം നമ്മൾ അതിനെ വിറ്റിട്ട് കിട്ടുന്ന പൈസ, ഓക്കെ, സെയിൽ ഓഫ് അനിമൽ ഇസ് അലൗബിൾ, ആ പൈസ കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ട്, ഓക്കെ, അത് റേറ്റ് ഓഫ് ഫിയർ ആണ്. അപ്പം ഇൻ കേസ് ഓഫ് അനിമൽ വിച്ച് ആർ യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ ആൻഡ് ഹാവ് ഡൈഡ് ബിക്കം യൂസ്ലെസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ കോസ്റ്റ്, അതിൻ്റെ ആക്ച്വൽ കോസ്റ്റും അതിനെ വിറ്റ് കിട്ടുന്ന എമൗണ്ട് തമ്മിൽ ഡിഫറൻസ്, അത് ഡിഡക്ഷനായിട്ട് അലോ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനകത്ത് ഡിപ്രിസിയേഷൻ ഒന്നും ഇല്ല. അപ്പം അനിമലിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ നമുക്ക് കിട്ടില്ല. ഡിപ്രിസിയേഷൻ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ വാങ്ങിച്ച കോസ്റ്റും പിന്നെ വിറ്റപ്പോൾ കിട്ടിയ കോസ്റ്റ് തമ്മിൽ ഡിഫറൻസ് മാത്രമേ എടുക്കാൻ പറ്റൂ. Conditions: animals are used for the purpose of business profession. Such animals are not held as stock in trade. Stock in trade ആയിരിക്കരുത്. ഓക്കെ, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് ഇപ്പോൾ കന്നാലി കച്ചവടം നടത്തി വാങ്ങിച്ച് വിൽക്കുന്ന അങ്ങനെ ഇതിനായിരിക്കരുത്, അതൊക്കെ കാര്യമില്ല. അത് സ്വന്തം ബിസിനസ്സിലേക്ക് യൂസ് ചെയ്തപ്പോൾ സർക്കസ് നടത്തുന്നു, സർക്കസ് നടക്കുന്നവർ അവരുടെ ബിസിനസ്സിന് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കേസിൽ ഇത് നമുക്ക് കണക്കാക്കാം. Such animal have died or become permanently useless for such purpose. അപ്പോൾ ഇതിനകത്ത് ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ വാങ്ങിച്ചായിട്ട് കാണിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ഗോട്ട് വാങ്ങിച്ച് 5,000 വാങ്ങിച്ചു. ഇനി അടുത്തത് അത് പിന്നെ അതിൻ്റെ ഡെത്തിന് ശേഷം പിയാൻഡലിൽ ടു ഡെത്തും ഗോട്ട്, ഓക്കെ, നമ്മൾ പറയുന്നു ലെസ് ദാറ്റ് എമൗണ്ട്, കാർക്കസിൻ്റെ എമൗണ്ട് കഴിഞ്ഞു. അപ്പം ബാക്കി കിട്ടുന്ന എമൗണ്ട് 4,500, സോറി, ഇതിൽ ഈ പറഞ്ഞ 4,500 ഡിഡക്ഷനായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. സെക്ഷൻ 36(1)(7), 36(2) എനി ഡെപ്റ്റ് ഓർ പാർട്ട് thereof which becomes bad shall be allowed as deduction. ഒരു ബാഡ് ഡെപ്റ്റ്, ഓക്കെ, ബാഡ് ഡെപ്റ്റ് നമുക്ക് ഡിഡക്ഷനായിട്ട് കാണിക്കാവുന്നതാണ്. It is the assessor's privilege to declare bad debt and the AO cannot challenge that. Conditions: the debt to loan must be incidental to business profession of the assessee during the relevant previous year. അത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡെപ്റ്റ് ലോണോ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ലോയർ, അപ്പം ആ ലോയർ അയാളുടെ ക്ലയൻറ്റിൻ്റെ കയ്യിൽ ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി ഒരു അഡ്വാൻസ് കൊടുത്തു. അപ്പം ആ പൈസ അയാൾ ബാഡ് ഡെപ്റ്റ് ആണെങ്കിൽ അത് ബിസിനസ് എങ്കിലും, അത് പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ചെയ്തതാണ്, അത് ബിസിനസ്സിൽ ബന്ധപ്പെട്ടതല്ല. അയാളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ലോയർ പ്രൊഫഷനാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പൈസ അല്ലത്, അയാളുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി കൊടുത്തു. ഈവൻ ദോ അയാളുടെ ക്ലയന്റ് ആണെങ്കിൽ പോലും പേഴ്സണൽ കാര്യത്തിന് വേണ്ടി കൊടുത്ത പൈസയാണ്. ബാഡ് ഡെപ്റ്റ് arising out of advances paid to purchase a land given by a lawyer to his client is not bad debt, as this is not the business of the lawyer. For the bad debt to be allowed as deduction, the debt should have been considered in computing the income of the assessee of that PY in which the debt is written off, or of an earlier PY, or should represent money lent by the assessee in the ordinary course of business or banking or money lending. അത് ബാഡ് ഡെപ്റ്റ് ആയിട്ട് ആക്കണമെങ്കിൽ അത് അക്കൗണ്ടിൽ കൊണ്ടുവന്നിരിക്കണം, ഓക്കെ, ആ പറയുന്ന പ്രീവിയസ് ഇയറിൽ, എന്നാൽ മാത്രമേ ബാഡ് ഡെപ്റ്റ് ആയിട്ട് അത് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. Advance given for supply of raw material and later forfeited is not allowed as deduction. അഡ്വാൻസ് കൊടുത്തു പിന്നെ അത് ലേറ്റർ ഫോർഫിറ്റ് ചെയ്തെങ്കിൽ അത് ഡിഡക്ഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല അണ്ടർ ദി സെക്ഷൻ. ആസ് ദ സെയിം ഹാസ് നെവർ ബീൻ പാർട്ട്, അത് പാർട്ട് ഓഫ് ഇൻകം അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സിൻസ് എൻറ്റേർഡ് ആസ് കറന്റ് അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ് കറന്റ് അസറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ബട്ട് അങ്ങനെയുള്ള കേസിൽ ഇറ്റ് ക്യാൻ ബി ക്ലെയിംഡ് അണ്ടർ സെക്ഷൻ 37(1). Let the assessee gives advance of 10,000 to supplier
to supply Mr. X, who could not supply the goods, and he becomes bankrupt. അയാൾ പാപ്പരായി. And the advance could not be recovered from him. That's the rights of the debtors, bad debt. Bad debt ആയിട്ട് ചെയ്യുന്നു. അയാൾ mean right of you. In the above case, the condition that the debt should have been taken into account in computing the income of the previous year in which the deduction is claimed or any other previous year is not satisfied. The advance is not reflected in the P&L. Okay, P&L is reflected and hence debt cannot be allowed under section 36(1)(7). But this can be claimed under section 37(1) as trading loss. Trading loss residuary section ആണ്. Residuary section ആണ് 37(1). ബാക്കി വന്നിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് residuary section ആണ്. അതിനകത്ത് ക്ലെയിം ചെയ്യാൻ പറ്റും. It must have been written off in the accounts of the assessing. Provision for bad debt is not allowed as deduction. നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം. പക്ഷേ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഈസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. പിന്നെ where the amount of such debt has been taken into account in computing the income of the assessee of the PY in which the amount of such debt becomes irrecoverable as notified in ICDS, Income Computation Disclosure Standard, it shall be deemed that such debt or part thereof has been written off as irrecoverable in the accounts for the purpose of this clause. ICDS ഓക്കെ അത് നോട്ടിഫൈഡ് ITDS കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റാതെ ഇതൊരു എക്സെപ്ഷനാണ്. ഓക്കെ, അത് റേറ്റ് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന. ബിസിനസ് മസ്റ്റ് ഹാവ് ക്യാരിഡ് ഓൺ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഓൺ എനി പാർട്ട് ഓഫ് ദ PY. ഓക്കെ, അപ്പം ബിസിനസ് നടന്നിട്ടുണ്ടായിരിക്കണം ഡ്യൂറിങ് ദറ്റ് PY or any part of the PY. It must be of revenue nature. ഇത് റവന്യൂ നേച്ചർ, ക്യാപിറ്റൽ നേച്ചർ ഉള്ളതിന് നമ്മൾ റേറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. In case of succession, successor is entitled to claim the deduction when debt originally due to predecessor is returned as bad debt by the successor in the book of account. Successor ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പം predecessor അത് ബുക്ക് ഓഫ് അക്കൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ സക്സസറിന് ക്ലെയിം ചെയ്യാം. റിക്കവറി ഈസ് ബാഡ് ഡെപ്റ്റ്. റിക്കവറി ഓഫ് ബാഡ് ഡെപ്റ്റ് ഈസ് ടാക്സബിൾ. നമുക്ക് ബാഡ് ഡെപ്റ്റ് റിക്കവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് കണക്കാക്കി റേറ്റ് ഓഫ് ചെയ്തു, ശേഷം ഇത് റിക്കവർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ ബിസിനസ് ഇൻകം ഈ വേ ഓഫ് ദ റിക്കവറി അണ്ടർ സെക്ഷൻ 41(4). Provision for bad debt. The estimate of bad debt for the PY based on past experience, normally in percentage. അതിന് നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ബാഡ് ഡെപ്റ്റ്സ്, ആക്ച്വൽ ബാഡ് ഡെപ്റ്റ്സ് റിലേറ്റഡ് ടു സെയിൽസ് അലൗഡ് ആണ്, റിലേറ്റഡ് ടു ലോൺ നോട്ട് അലൗഡ് എക്സെപ്റ്റ് മണി ലെൻഡിങ് ബിസിനസ്. അത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് നോട്ട് അലൗഡ് ആണ്. എക്സെപ്ഷൻ ഉള്ളത് ബാങ്ക്സിനാണ്. കണ്ടു 36(1)(7)(a) banks are allowed to make up to 8.5% provision for bad debts. 36(1)(7)(a). Okay. The amount of bad debt taken into account in computing the income of the assessee on the basis of notified ICDS, Income Computation Disclosure Standards, to be allowed as deduction in the previous year in which such debt or part thereof becomes irrecoverable. നേരത്തെ നമ്മൾ സംസാരിച്ചു തരുന്നില്ല, നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് ICDSനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബാഡ് ഡെപ്റ്റായിട്ട് കണക്കാവുന്നതാണ്. പിന്നെ ഈ ബാഡ് ഡെപ്റ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ബാഡ് ഡെപ്റ്റ്സ് ആയിട്ട് റേറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ഡിഡക്ഷൻ കിട്ടുകയില്ല. ഇപ്പോൾ റേറ്റിംഗ് ഓഫ് in the book of account is an essential condition to claim deduction under section 36(1)(7). Okay. If debt has not been recognized in the book of account as per requirement of the accounting standard,
but has been taken into account in the computation of the income as price ideas has become irrecoverable, it can still be claimed as bad debt under section 317 since it has been deemed that the debt has been written off as irrecoverable in the book of accounts by virtue of second proviso of section 317. This is because ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ some ICDS recognition of income at the earlier point of time, even before such income is recognized in the book of account. For example, നമുക്ക് നോക്കാം ബാഡ് ഡെപ്റ്റ്സ് 1 lakh ആണ്, ഡിഡക്ഷൻ അലൗഡ് 70,000 ആണ്, ഡിസലൗഡ് 30,000 ആണ്. ഓക്കെ, അപ്പോൾ ഈ ബാഡ് ഡെപ്റ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻകം ടാക്സ് അതോറിറ്റീസ് അത് അപ്രൂവ് ചെയ്യുക വേണം. നമ്മൾ പറയുന്ന ബാഡ് ഡെപ്റ്റ്സ് ആണ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യും. അപ്പോൾ ഇൻ പ്രീവിയസ് ഇയർ നമുക്ക് 30,000 ഡിസലൗഡ് ആണ്. 24-25 നമുക്ക് 20,000 റിക്കവറി ബാഡ് ഡെപ്റ്റ്സ് ഉണ്ടായി. അപ്പോൾ അപ് ടു 30,000 ദാറ്റ് ഇസ് അപ് ടു ദി എമൗണ്ട് ഡിസലൗഡ് നോട്ട് ടാക്സബിൾ അല്ലേ. 20,000 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എമൗണ്ട് ഓവർ ദ ഡിസലൗഡ് എമൗണ്ട് ഇസ് ടാക്സബിൾ അണ്ടർ PGPP. ദാറ്റ് ഇസ് ഈ 50,000 റിക്കവർ ചെയ്യുകയാണെങ്കിൽ 20,000 ടാക്സബിൾ ആണ്. കാര്യം ഡിസലൗഡ് 30,000 ഉള്ളൂ. ഈ ഡിസലൗഡ് 70,000 അലൗഡ് ആണ്. അപ്പം 20,000 കിട്ടി അത് നോൺ ടാക്സബിൾ ആണ്. കാര്യം ഡിസലൗഡിനകത്തു നിന്നാണ് ഈ 20,000 കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അത് നോൺ ടാക്സബിൾ ആണ്. പക്ഷേ 50,000 കിട്ടിയാൽ ഈ 30,000 കഴിച്ച് ബാക്കി ഒരു 20,000 ടാക്സബിൾ ആയിട്ട് വരും. ഇനി സെക്ഷൻ 41(4) നോക്കാം, ബാഡ് ഡെറ്റ് റിക്കവറി. Where a deduction has been allowed in respect to bad debt and the bad debt is subsequently recovered. അപ്പോൾ ഒരു ബാഡ് ഡെപ്റ്റ് ആയിട്ട് ഒരു ഡിഡക്ഷൻ നമുക്ക് അലോ ചെയ്തു. ഇപ്പോൾ എക്സാമ്പിൾ 40,000 rupees ബാഡ് ഡെപ്റ്റ് അലോ ചെയ്ത് കഴിഞ്ഞു. അപ്പം സബ്സീക്വന്റ് ആയിട്ട് റിക്കവറി നടത്തുവാണെങ്കിൽ then the amount so recovered shall be deemed to be the income under the head PGPP of the PY in which the amount is recovered. നമ്മൾ ബാഡ് ഡെപ്റ്റ് ഡിക്ലെയർ ചെയ്തൊരു എമൗണ്ട് തിരിച്ചു കിട്ടുവാണെങ്കിൽ അത് ഇൻകമായിട്ട് PGPP ഇൻകമായിട്ട് കണക്കാം. This shall apply even if the business profession is no longer exists in the previous year in which the recovery is made. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 1 lakh ഈസ് റിക്കവറബിൾ. ഒരു നമുക്ക് 1 lakh കിട്ടാനുണ്ട് മിസ്റ്റർ എയുടെ കയ്യിൽ നിന്നും. അതിൽ 40,000 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു ബാഡ് ഡെപ്റ്റ് ആയിട്ട് 31(3). സബ്സീക്വൻ്റ്ലി 31(3)25 70,000 നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ 1,40,000 കഴിഞ്ഞ് ബാക്കി 60,000 ഉണ്ടായിരുന്നുള്ളൂ കിട്ടാനുണ്ടായിരുന്നു. നമുക്ക് 70,000 കിട്ടി. Here 60,000 shall be deemed to have been recovered toward the debt അല്ലേ. അപ്പം ബാക്കി കിട്ടാൻ 60,000 ആ 70,000 60,000 അതിനകത്ത് വക വെച്ചു. ബാക്കിയുള്ള 10,000 toward the recovery of bad debt of 40,000. Hence 10,000 will be treated as income in the previous year 24-25 under PGPP and taxable under section 41(b). നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കാൻ 60,000 നമുക്ക് കിട്ടാനുള്ളത്. അപ്പം P&L അക്കൗണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ എന്താണ് ബാങ്ക് എയുടെ നമുക്ക് 1 lakh കിട്ടാനുണ്ടായിരുന്നു സെയിൽസിൽ. അപ്പം ബാഡ് ഡെപ്റ്റ് 40,000 നമ്മൾ എയിൽ ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. അപ്പം അത് P&L നമ്മൾ ബാഡ് ഡെപ്റ്റ് കാണിക്കുകയും ചെയ്യും. അപ്പം പിന്നെ നമുക്ക് 70,000 കിട്ടുകയാണ്. ഓക്കെ, ഈ അതിൻ്റെ ഏടെ 70,000 കിട്ടും. പക്ഷെ കിട്ടാനുള്ള 60,000 ഉള്ളൂ. അതുകൊണ്ട് ബാഡ് ഡെപ്റ്റ് റിക്കവറിയിൽ 10,000 പോകും. അപ്പം ഈ ബാഡ് ഡെപ്റ്റ് റിക്കവറി 10,000 ടു P&L 10,000 ഇൻകം ആസ് PGPP ആയിട്ട് കാണിക്കും. അപ്പോൾ കേസ് ലോസ് അനുസരിച്ച് PK Kaimal കേസ് ലോസ് അനുസരിച്ച് ബാഡ് ഡെപ്റ്റ് ഓഫ് ദ പ്രീഡിസസർ റിക്കവേർഡ് ബൈ സക്സസർ ഈസ് നോട്ട് എൻ ഇൻകം ഫോർ സക്സസർ അണ്ടർ ദ PGPP. ഓക്കെ, അപ്പം പ്രീഡിസസറിന്റെ ബാഡ് ഡെപ്റ്റ് recovered by successor is not an income. Ini Veerbhadra Rao, the bad debt was written off by predecessor and has shown as income in also in P&L. Successor can claim reduction even if not shown as income by.
ബാഡ് ഡെപ്റ്റ് 50,000 ആയിരുന്നു, ഡിഡക്ഷൻ അലൗഡ് 20,000 ആണ്, ഡിസലൗഡ് 30,000 ആണ്. സബ്സിക്വന്റ് റിക്കവറി 40,000 ആണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള 30,000 കഴിച്ച് ബാക്കിയുള്ള 10,000 PGBP ഇൻകമായിട്ട് കണക്കാക്കാം. ഓക്കെ, അത് നമ്മൾ സെക്ഷൻ 3619 നോക്കാം, എക്സ്പെൻസ് ഓൺ ഫാമിലി പ്ലാൻ. അപ്പം ബോണഫൈഡ് എക്സ്പെൻഡിച്ചർ incurred by a company for promoting family planning amongst the employees will be allowed as deduction in the hands of the company. അപ്പോൾ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി ചെലവഴിച്ച എമൗണ്ട് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പം റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, ഫുള്ളി അലൗഡ് ആണ്. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ 1/5 20% expenditure allowed in the previous year in which such expenditure incurred and balance in next 4 years. Treatment of unabsorbed expenditure is the same as unabsorbed depreciation. Depreciation നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ്. ഇൻ കേസ് അത് അൺഅബ്സോർബ്ഡ് എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ, അൺഅബ്സോർബ്ഡ് ആണെങ്കിൽ നമുക്ക് ഇൻകം കുറവാണ്, PGBP ഇൻകം കുറവായതുകൊണ്ട് നമുക്കത് unabsorbed ആണെങ്കിൽ അത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ദിസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ആൻഡ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് ദ അതർ ഹെഡ്സ് എക്സെപ്റ്റ് സാലറി. An individual carrying on business or profession will not be allowed deduction of expenses incurred promoting family planning. ഇത് no deduction is available under 3619 in the case of non-corporate assessing. ഇത് ഫാമിലി പ്ലാനിങ് എക്സ്പെൻസസ് കോർപ്പറേറ്റ് അസസിക്ക് മാത്രമേ പാടുള്ളൂ, മറ്റ് ഇൻഡിവിജ്വൽസിന് ഇത് ബാധകമല്ല. Any family planning capital expenditure which is not allowed as deduction due to inadequacy of profit shall be set off and carried forward as if it is absorbed depreciation. Okay, unabsorbed depreciation ചെയ്യുന്ന പോലെ ഇത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ എടുക്കാം, 2 കേസുകളുണ്ട്. അപ്പം പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ, സയന്റിഫിക് റിസർച്ച് capital expenditure, family planning capital expenditure 5 lakhs. ഓക്കെ, പ്രോഫിറ്റ് ബിഫോർ ആണത്. അപ്പോൾ ഡിപ്രിസിയേഷൻ 2 lakhs. പിന്നെ ഇത് ഫസ്റ്റ് കേസ് ഡിപ്രിസിയേഷൻ 5 lakhsൽ 2 lakhs ഡിപ്രിസിയേഷൻ കഴിച്ചു. ഓക്കെ, പിന്നെ 1 lakh സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കി. ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് ബാക്കിയുള്ള 3 lakhs ഫാമിലി പ്ലാനിങ് ക്യാപിറ്റൽ 3 lakhs ആണെങ്കിൽ അതിൻ്റെ 1/5 60,000 മാത്രമേ ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റും. 1/5 3 lakhs is 60,000. ഓക്കെ, അപ്പോൾ PGBP ഇൻകം 1.4 lakhs ആയിട്ട് കാണിക്കും. ഓക്കെ, കേസ് 2ൽ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ, കേസ് 2ൽ 5 lakhsൽ ഡിപ്രിസിയേഷൻ 4 lakhs കാണിച്ചു. ബാക്കിയുള്ള ഇതിൽ എന്താണ് SRCയിൽ 50,000-ഉം ഫാമിലി പ്ലാനിങ്ങിൽ 50,000-ഉം കാണിച്ചു. അപ്പം ടോട്ടൽ 5 lakhs അവിടെ തീർന്നു. അപ്പം PGBP ഇൻകം നില്ലാണ്. അപ്പോൾ അൺഅബ്സോർബ്ഡ് ഫാമിലി പ്ലാനിങ്ങിൽ 60,000-ൽ 50,000 വന്നുള്ളൂ, അതുകൊണ്ട് 10,000 ബാക്കിയുണ്ട്. ഓക്കെ, ഫ്രോം അതർ ബിസിനസ്സസ് ഫ്രോം അതർ ഹെഡ്സ് എക്സെപ്റ്റ് സാലറി, then carry forward to same business, other business or other heads infinitely നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനകത്ത് അൺഅബ്സോർബ്ഡ് ഫാമിലി പ്ലാനിങ് 10,000 ഇതിൽ കാണിക്കാം. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ, സയന്റിഫിക് റിസർച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ, സയന്റിഫിക് റിസർച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഫാമിലി പ്ലാനിങ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഫാമിലി പ്ലാനിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 5 lakhs എല്ലാം കൂടി ചേർത്ത് പ്രോഫിറ്റ് ബിഫോർ ആണ് 5 lakhs ആണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ 2 lakhs, റവന്യൂ എക്സ്പെൻഡിച്ചർ സയന്റിഫിക് റിസർച്ച് 3,50,000. ഓക്കെ, SRCE 1 lakh, FPRE 2 lakhs, FPCE 4 lakhs ആണെന്നിരിക്കണം. അപ്പോൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രിസിയേഷനിൽ നമ്മൾ പിന്നെ സയന്റിഫിക് റിസർച്ച് റവന്യൂ എക്സ്പെൻഡ് 3,50,000 മൊത്തമായിട്ട് എടുത്തു. പിന്നെ ഫാമിലി പ്ലാനിങ് മൊത്തമായിട്ട് എടുത്തു. മൊത്തമായിട്ട് എടുക്കുമ്പം നമുക്ക് 50,000 കുറവ് വരുന്നു. അപ്പം പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ -50,000 വന്നു. PGBP ഇൻകം -50,000 ആയിട്ട് ഇവിടെ കാണിക്കും. അപ്പം അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ 2 lakhs ആണ്. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എത്രയാണ്?
ഡിപ്രിസിയേഷൻ നമ്മളൊന്നുകൂടെ ചാർജ് ഡിപ്രിസിയേഷൻ മൊത്തം 2 lakhs ബാക്കി എടുക്കുക. അപ്പോൾ 2 lakhs ഡിപ്രിസിയേഷൻ വരും. അൺഅബ്സോർബ്ഡ് SRC 1 lakh മൊത്തം ഉണ്ട്. അൺഅബ്സോർബ്ഡ് ഫാമിലി പ്ലാനിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 4 lakhs ആണ് ക്യാപിറ്റൽ. അതിൽ 5 കൊല്ലത്തേക്ക് 80,000 അവിടെ കാണിക്കണം. വിൽ carry forward set of similar to unabsorbed depreciation. Okay. In section 36(1)(15) നോക്കാം. അത് this applicable to dealer in shares. അപ്പം ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാൻ പറ്റും, പ്രൊവൈഡഡ് ഈ ടാക്സിൽ ഈ സെക്യൂരിറ്റീസിൽ നിന്നുള്ള ഇൻകം നിങ്ങൾ PGP ഇൻകമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. Okay. Paid by the assessee and deductible if the income arising from such transaction is taxable and included in PGP. അപ്പം സെക്യൂരിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ട്രാൻസാക്ഷൻ ചാർജസ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻ ടാക്സ് ഓൺ സെക്യൂരിറ്റീസ് ഓൺ ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പം 65% or more of the amount is used to buy equity shares of domestic company. They are called equity oriented mutual fund. The amount of security transaction tax paid by assessee during previous year in respect to taxable securities transactions entered in the course of business shall be allowed as deduction under section 36, subject to the condition that such income from taxable securities transaction is included under the head PGPP. അപ്പോൾ അത് ഇൻകം ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചെയ്തപ്പോൾ കിട്ടിയ ഇൻകം PGP ഇൻകമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. Thus, security transaction tax is allowed as deduction like any other business expenditure. അതൊരു business expenditure കാണിക്കാൻ പറ്റും. കാര്യം അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ഓഫ് ഷെയർസ് ആണ്. സെക്ഷൻ 36(1)(60) കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് നോൺ അഗ്രികൾച്ചർ. നമ്മൾ ഷെയർസ് സ്റ്റോക്ക് പോലെ തന്നെ കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ട്. അതിൽ കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് കൊടുക്കേണ്ടി വരും, മെറ്റൽസിലും മറ്റും. ആ ഒരു കേസിൽ നമുക്ക് അതിന് കൊടുക്കുന്ന കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അത് ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, നമ്മൾ ട്രാൻസാക്ഷൻ ടാക്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കിപ്പം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സും കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സും ഉണ്ട്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് വരുന്നത് എവിടെയാണ്? ഇൻട്രാഡേ ഇതിൽ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനും ഇൻട്രാഡേയിൽ PGP ഇൻകമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും അതിനകത്ത് കിട്ടാൻ സാധ്യത. നിങ്ങൾ കൂടുതൽ ദിവസം വെച്ചിട്ട് പിന്നെ അത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഇസ് നോട്ട് അലൗഡ് അല്ല. ഓക്കെ, അതല്ല ഇൻട്രാഡേയും ആണെങ്കിൽ ട്രാൻസാക്ഷൻ ടാക്സ് അലൗഡ് ആസ് എക്സ്പെൻസ് ആണ്. ഇനി കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് നോൺ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിൽ ഉണ്ട്. അത് PGP എനിക്കകത്ത് ഇൻകമായിട്ട് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അലൗഡാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സെയിൽസ്, ഓക്കെ, 105 സെയിൽസ് കാണിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ പർച്ചേസ് 102 ചെയ്തു. ഓക്കെ, അതിൽ ബ്രോക്കറേജ് 1 ആണ്, ട്രാൻസാക്ഷൻ ടാക്സ് 0.5 ആണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്നും പർച്ചേസ് മൈനസ് ചെയ്ത് ബ്രോക്കറേജും ട്രാൻസാക്ഷൻ ടാക്സ് മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമ്മുടെ PGP സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കാം. അപ്പം commodity transaction tax paid by the assessee in respect to taxable commodities transactions entered into the course of his business during previous year shall be allowed as deduction if such income is included in the income computed under the head PGP. അപ്പം അതിൽ കിട്ടുന്ന ഇൻകം, ഈ കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ഇൻകം PGP ആയിട്ട് കാണിച്ചിരിക്കണം എങ്കിൽ മാത്രമേ അതിന്റെ ടാക്സ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, section 36(1)(17) purchase of sugarcane. The amount of expenditure incurred by a cooperative society engaged in the business of manufacture of sugar for the purchase of sugarcane at a price which is equal or less than the price fixed or approved by the government shall be allowed. അതുപോലെ താങ്ങുവില, സപ്പോർട്ട് വില എന്നൊക്കെ പറയും. അപ്പോൾ അതിന്
വരുന്ന ആ പറയുന്ന എക്സസ് എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ഡിഡക്ഷനായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി സെക്ഷൻ 37 റെസിഡ്യൂറി എക്സ്പെൻസസ് ആണ്. നമ്മൾ കുറച്ച് സെക്ഷൻ 37 കേസ് പറഞ്ഞു, ഇതിലൊന്നും പെടാത്ത കേസുകൾ. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരിയിങ് ഓൺ ദ ബിസിനസ് പ്രൊഫഷൻ ഓർ വെക്കേഷൻ അത് വരുന്ന റവന്യൂ എക്സ്പെൻസസ് ആണ്. അണ്ടർ ദിസ് റെസിഡ്യൂറി സെക്ഷൻ ഓൺലി ബിസിനസ് എക്സ്പെൻഡിച്ചർ അലൗഡ് ബട്ട് നോട്ട് ബിസിനസ് ലോസ്. ഇത് ലോസ് ഇതിനകത്ത് നിങ്ങൾ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അതിൽ എക്സ്പെൻസസ് മാത്രമേ കാണിക്കാൻ പറ്റൂ. ലോസസ് ഡ്യൂ ടു എംബിസൽമെന്റ്, തെഫ്റ്റ്, ഡിസ്ട്രക്ഷൻ ഓഫ് അസറ്റ്സ്, മിസ്അപ്രോപ്രിയേഷൻ ബൈ എംപ്ലോയി എക്സെട്രാ കനോട്ട് ബി അലൗഡ്. മറ്റു തരത്തിലുള്ള ലോസുകൾ, തെറ്റ് കൊണ്ടോ മറ്റുള്ള ലോസുകൾ, ഡിസ്ട്രക്ഷൻ ലോസുകൾ ഇതിൽ കാണിക്കാൻ പറ്റില്ല. ദ ഡിഡക്ഷൻ ഈസ് ലിമിറ്റഡ് ടു ആക്ച്വൽ എക്സ്പെൻസസ് ആൻഡ് നോട്ട് എക്സ്റ്റെൻഡ് ടു റിസർവ് ക്രിയേറ്റഡ് അഗൈൻസ്റ്റ് കണ്ടിജന്റ് ലയബിലിറ്റി. ആക്ച്വൽ എക്സ്പെൻസുകൾ മാത്രമേ കാണിക്കാൻ പറ്റൂ. Any expenditure which is not specifically provided in any provisions of the Act which fulfill the following conditions shall be allowed deduction under this section. Okay, അപ്പോൾ താഴെ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ തിരിച്ചറിൽ കാണിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള എക്സ്പെൻസുകൾ മാത്രം. The expenditure should not be of the nature described in section 30 to 36. സെക്ഷൻ 30 to 36 ഉള്ള സെക്ഷനുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. It should have been incurred with assessing in the accounting year. Accounting year അത് ഇൻകർ ചെയ്തിരിക്കണം, എക്സ്പെൻസ് ഇൻകർ ചെയ്തിരിക്കണം. It must be real and not notional, fictitious or in lieu of distribution of profit. അപ്പോൾ ഒരു പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയോ ഇല്ലെങ്കിൽ ഒരു നോഷണൽ, അത് ശരിക്കും ആക്ച്വലി ഉണ്ടാവാത്തൊരു കാര്യം ഒരു നോഷണൽ ആയിട്ട് ഫിക്റ്റിഷ്യസ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ കാണിക്കാൻ പാടില്ല. It should be in respect of business carried out by the assessee, the profits of which are being computed and assessed. അപ്പം ശരിക്കും ബിസിനസ് അതിനകത്ത് ക്യാരി ചെയ്തിട്ടുള്ളതായിരിക്കണം, എക്സ്പെൻസ് ഉണ്ടായതായിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് ബിൻ ഇൻകേർഡ് ആഫ്റ്റർ ദ ബിസിനസ് സെറ്റപ്പ്. ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായ കാര്യമായിരിക്കണം അത്. ഇറ്റ് മസ്റ്റ് ബി എക്സ്പെൻഡഡ് ഹോളി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. അത് ബിസിനസ്സിന് വേണ്ടി മാത്രം, ആ ഹോളി മൊത്തമായിട്ടും ആ ബിസിനസ് പർപ്പസിന് വേണ്ടിയോ പ്രൊഫഷന് വേണ്ടിയോ ഉള്ള എക്സ്പെൻസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻ ദ നേച്ചർ ഓഫ് പേഴ്സണൽ എക്സ്പെൻസ് ആയിരിക്കരുത്. ഇറ്റ് മസ്റ്റ് നോട്ട് ബി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ ഇതിനകത്ത് അലൗഡുള്ളൂ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലൗഡ് അല്ല. The expenditure should not have been incurred for any purpose which is an offense or unlawful purpose prohibited by the law. ഒരു ഒഫൻസിനോ അല്ലെങ്കിൽ ഒരു അൺലോഫുൾ പർപ്പസിനോ വേണ്ടി ചെയ്ത കാര്യത്തിന് കിട്ടിയ ഒരു ഫൈനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അതിനു വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചറോ ആയിരിക്കാൻ പാടില്ല. It shall not be for compounding an offense under the law in force in Indian labour. ഇന്ത്യയുടെ കോമ്പൗണ്ടിങ്, ഒരു കുറ്റം നമ്മൾ ചെയ്താൽ കോമ്പൗണ്ടിങ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുറ്റത്തിൽ നമുക്ക് ഒഴിവാകാൻ പറ്റും. അപ്പം അങ്ങനെ പല കേസുകളുണ്ട്. ഗവൺമെന്റിന്റെ പല കേസുകളിൽ പോലീസ് കൊണ്ട് ഫൈൻ അടപ്പിക്കും. ഒരു കുറ്റം ചെയ്തു, ഫൈൻ അടപ്പിച്ചാൽ അത് കോമ്പൗണ്ടിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഫോർ ഇലക്ട്രിസിറ്റി തെഫ്റ്റ് ചെയ്ത് അതൊരു കുറ്റമാണ്, ശരിക്കും അത് ജയിൽ ശിക്ഷ കിട്ടാൻ കുറ്റമാണ്. അത് കോമ്പൗണ്ടിങ് ഫീസായിട്ട് അവർ കോമ്പൗണ്ടിങ് ഫീസ് വാങ്ങിക്കാറുണ്ട്. കോമ്പൗണ്ടിങ് ഫീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കുറ്റം കോടതിയിൽ പോകാതെ അവിടെ വെച്ച് തന്നെ തീർത്ത് ഈ കോമ്പൗണ്ടിങ് ഫീസ് അടച്ച് ആ കുറ്റത്തിൽ നമുക്ക് ഒഴിവാകാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ടിങ് ഫീസ് അടയ്ക്കുന്ന കേസ് അത് ആ ഒരു എക്സ്പെൻസ് ആയിരിക്കരുത്. ഒരു കുറ്റം ചെയ്തിട്ട് ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോമ്പൗണ്ടിങ് ഫീ അടച്ചു, ഇല്ല അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി കോമ്പൗണ്ടിങ് ഫീ അടച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ലോ പ്രൊഹിബിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എക്സ്പെൻസ് ഒന്നും ആയിരിക്കാൻ പാടില്ല. ഓക്കെ, it shall not be provided any benefit or perquisite to a person, okay, whether or not carrying on a business or profession, and acceptance of such perks or benefits by such person is in violation of any law, rule, regulation, guidance governing the conduct of such person. ഒരു പെർക്സോ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളത് ആയിരിക്കരുത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ലോ വയലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരാൾക്ക് കൈക്കൂലി കൊടുത്തു, ആ കൈക്കൂലി കൊടുത്ത എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല, ഒരു വയലേഷനാണ്. ഓക്കെ, അപ്പം അങ്ങനെ കാര്യം കാണിക്കാൻ പറ്റില്ല. പിന്നെ എക്സ്പെൻഡിച്ചർ ഓൺ CSR, ഓക്കെ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു മാൻഡേറ്ററി ആയിട്ട് എക്സ്പെൻസ് ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടി ഉള്ള എക്സ്പെൻസിൽ കാണിക്കാൻ പറ്റില്ല. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ഒരു ടേൺ ഓവർ, ഒരു അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒരു പ്രത്യേക മുകളിൽ പോകുമ്പോഴാണ് കൊടുക്കേണ്ടത്.
അപ്പോൾ നിങ്ങൾ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് വേണം ചിലവാക്കാനായിട്ട്, അല്ലാതെ ഇൻകത്തിനകത്തുള്ള ഡിഡക്ഷനായിട്ടല്ലാതെ വരുന്നത്. ഇൻകം കിട്ടിയത് കൊണ്ടാണ് കൊടുക്കേണ്ടി വരുന്നത്. നമ്മൾ എക്സ്പെൻഡിച്ചർ ഓൺ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ഇസ് നോട്ട് അലൗഡ്. അത് അവർ മാൻഡേറ്ററി ചെയ്യേണ്ടതാണ്. അവർ കിട്ടുന്ന ഇൻകത്തിൽ നിന്നുമാണ് അത് കൊടുക്കേണ്ടത്. ഓക്കെ, അല്ലാതെ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് 37 അത് അലൗബിൾ അല്ല. എക്സ്പെൻഡിച്ചർ ഓൺ കീമാൻ ഇൻഷുറൻസ് പോളിസി ഇസ് അലൗഡ്. അപ്പോൾ കീമാൻ ഇൻഷുറൻസ് പോളിസീസിൽ വരുന്ന എക്സ്പെൻഡിച്ചർ അതൊരു ബിസിനസ് എക്സ്പെൻഡിച്ചർ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കീമെൻ ആയിട്ടുള്ള ആളുകൾ കമ്പനി വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അവരുടെ പേരിൽ ഇൻഷുറൻസ് മറ്റും എടുക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ അതൊരു ബിസിനസ് എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് അത് അലൗഡാണ്. എക്സ്പെൻസസ് ഇൻകേർഡ് ടു പ്രൊവൈഡ് എനി ഗിഫ്റ്റ്, travel facility, hospitality, cash, monetary grant, similar freebies in violation of the provisions of Indian Medical Council, professional conduct, etiquette and ethics. അപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോക്ടേഴ്സിന് ഫ്രീ ഗിഫ്റ്റ്സ് കൊണ്ട് കൊടുക്കുന്നു, മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള മോണിറ്ററി ഗ്രാൻഡോ അല്ലെങ്കിൽ അവർക്കൊരു ടൂർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയുള്ളതൊക്കെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ പ്രൊഫഷണൽ കോണ്ടാക്ട്സ് റൂൾസിനെ ഇത് ഈ കാര്യങ്ങൾ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇത് നിങ്ങൾ കാണിക്കാൻ പറ്റില്ല. റെഗുലേഷൻ ആക്ട് 2002 എത്തിക്സ് റെഗുലേഷൻ 2002 ആർ നോട്ട് അഡ്മിസിബിൾ അണ്ടർ സെക്ഷൻ 37. ഇതൊന്നും ഈ പറയുന്ന പോലെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ റെഗുലേഷൻ ആക്ട് 2002 ഇത് ആപ്ലിക്കബിൾ അല്ല. ഇത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതനുസരിച്ച് അതൊരു വയലേഷനാണ് ചെയ്യുന്നത്. Further, the sum equivalent to value of freebies enjoyed by the medical practitioner or associations are also taxable as business income or income from other sources as the case may be. Okay. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അവർ മെഡിക്കൽ പ്രൊഫഷണൽസ് കിട്ടുന്നത് അവരുടെ ഇൻകം ആയിട്ട് കാണിക്കേണ്ടതാണ്. The cost of production of abandoned feature films, certificate of board of film censors not received, not allowed. അപ്പം വൺസ് ഒരു ഫിലിം നിങ്ങൾ പിടിച്ച് പാതി വഴി നിർത്തിയിട്ട് പോയി, അതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അലോ ചെയ്യാൻ പറ്റില്ല. പെനാൽറ്റീസ് ഇമ്പോസ്ഡ് ഫോർ ഇൻഫ്രാക്ഷൻ ഓഫ് ലോ നോട്ട് അലോ. എന്തെങ്കിലും ഒരു ലോ വയലേറ്റ് ചെയ്യുന്നതിന് പെനാൽറ്റി അഡ്വൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അലൗഡ് അല്ല. പെനാൽറ്റി പെയ്ഡ് ഓൺ ഫെയിലിയർ ടു ഡിഡക്റ്റ് TDS. അപ്പോൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യത്തിൽ ഉള്ള എക്സ്പെൻസസ് അല്ലെങ്കിൽ TDS നിങ്ങൾ സമയത്തിന് അടയ്ക്കാത്തത് കൊണ്ട് പെനാൽറ്റി വന്നിട്ടുണ്ട്, അതൊന്നും ഈ 37 നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി ഇൻട്രസ്റ്റ് ഓർ പെനാൽറ്റി പെയ്ഡ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ഈസ് നോട്ട് അലൗഡ്. ഇൻട്രസ്റ്റ് അണ്ടർ GST law is allowed, but penalties are not allowed. Okay. Demurrage paid to port authorities in connection with the release of confiscated goods allowed. Interest paid under EPF and Miscellaneous Provisions Act 1052 are allowed. Penalty paid by assessee contractor for non-completion of contract within stipulated time allowed. ഒരു വയലേഷൻ അല്ല. ആ സമയത്തിന് കോൺട്രാക്ടിന്റെ പീരീഡിനകത്ത് നിങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ വരുമ്പോൾ പെനാൽറ്റി അടയ്ക്കേണ്ടി വന്നാൽ അത് ഇതിനകത്ത് കാണിക്കാവുന്നതാണ്. അതൊരു ബിസിനസ് എക്സ്പെൻസ് ആണ്. ബിസിനസ് ലോസസ് ഡിസലൗഡ്. നേരത്തെ പറഞ്ഞ ലോസ് കാണിക്കാൻ പറ്റിയില്ല. പെനാൽറ്റി ഫോർ എനി ബ്രീച്ച് ഓഫ് ലോ ഇസ് നോട്ട് അലൗഡ്. എമൗണ്ട് പെയ്ഡ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഈസ് അലൗഡ്. ഇപ്പോൾ പോയിന്റിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ദർ ഷുഡ് ബി നെക്സസ് ബിറ്റ്വീൻ എക്സ്പെൻസസ് ആൻഡ് ബിസിനസ്. നമ്മുടെ എക്സ്പെൻസ് ബിസിനസ്സായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. സെക്ഷൻ 37 declares the expenses should be wholly and exclusively incurred for the purpose of business. The business expense ആയിരിക്കണം. Okay. Assessing officer cannot question the necessity of the expenditure in allowing the deduction for such expenses which were incurred for the purpose of business. Now, direct taxes ഒന്നും ഇത് ആപ്ലിക്കബിൾ അല്ല. ഇൻഡയറക്ട് ടാക്സസ് GST പോലുള്ള ടാക്സുകളാണെങ്കിൽ ടാക്സ് പേ ചെയ്ത് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് അലൗഡ് ആണ്, പക്ഷെ പെനാൽറ്റി അലൗഡ് അല്ല. എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഇൻ കീമൻ ഇൻഷുറൻസ് പോളിസി അത് അലൗഡ് ആണ്. പ്രീമിയം പെയ്ഡ് ഓൺ കീമൻ ഇൻഷുറൻസ് പോളിസി considered as a business expenditure. നമ്മൾ ഇതിന് 37(1) എക്സ്പ്ലനേഷൻ 1 പറയുന്നത് എനി എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഫോർ എനി പർപ്പസ് വിച്ച് ഇസ് എൻ ഒഫൻസ് ഓർ പ്രൊഹിബിറ്റഡ് ബൈ ലോ ഷാൽ നോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു
ഒരു വയലേഷൻ ഓഫ് ദ ലോയ്ക്ക് വേണ്ടി നമുക്ക് വരുന്ന എക്സ്പെൻസസ്, അതിൻ്റെ പിന്നെ ആ എക്സ്പെൻസസ് ഡിസിഷൻ അലോ ചെയ്യാൻ പറ്റുകയില്ല. രണ്ടാമത് പറയുന്നത് CSRനെ പറ്റിയാണ്. CSRൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ കമ്പനിയുടെ നെറ്റ് വർത്ത് 500 crore അല്ലെങ്കിൽ ടേൺ ഓവർ 1000 crore മുകളിലോ ഉണ്ടെങ്കിലും നെറ്റ് പ്രോഫിറ്റ് 5 crore മുകളിലോ ആണെങ്കിൽ അത് അങ്ങനെ അതിൽ എക്സീഡ് ചെയ്യുവാണെങ്കിൽ ഒരു 2% ഓഫ് ദ ആവറേജ് പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 3 years. ലാസ്റ്റ് 3 years ആവറേജ് പ്രോഫിറ്റിന്റെ 2%, ഓക്കെ, അത് CSR ആക്ടിവിറ്റീസ്ക്ക് വേണ്ടി ചെലവഴിക്കണമെന്നാണ് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 135 പറയുന്നത്. അപ്പോൾ the CSR expenditure being an application of income, it is not incurred for the purpose of carrying on business and hence not allowed under section 35-37 of the income tax act. അതൊരു ആപ്ലിക്കേഷൻ ഇൻകം ആണ്. അത് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് ഇത് ഒരു ഡിഡക്ഷനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ആ 37(1) എക്സ്പ്ലനേഷൻ 1 പറയുന്നുണ്ടോ നമ്മൾ applicable for a violation of any law in India or abroad. അപ്പം അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഒരു ലോ വയലേറ്റ് ചെയ്താൽ അത് ഏതൊക്കെ കേസിൽ അത് ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ അതിലെ ഡിഡക്ഷൻസ് ഒരു വയലേഷൻ ഓഫ് ലോയ്ക്ക് വേണ്ടിയിട്ട് എക്സ്പെൻസ് ചിലവാക്കാൻ പറ്റും. ഇന്ത്യയിലെ അബ്രോഡ് ലോ ഷാൾ നോട്ട് ബി ടു പ്രൊവൈഡ് any benefit or perks to a person whether or not carrying on business or profession and accepting such perks or benefit any such person in violation of any law, rules, regulation guiding governing the conduct of such person. നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ മെഡിക്കൽ പ്രൊഫഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ എന്തെങ്കിലും ഫ്രീബീസോ ഇല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റ്സുകളോ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വയലേഷനാണ്. അല്ലെങ്കിൽ അത് ആ പെർക്സിറ്റ് എന്ന് പറയുന്നത് നോട്ട് അക്കോർഡിംഗ് ടു ലോ, അല്ലെങ്കിൽ ഒരു ആക്ടിൻ്റെ റെഗുലേഷൻ്റെ വയലേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ എക്സ്പെൻസ് അലോ ചെയ്യുന്നതല്ല. ഷാൾ നോട്ട് ബി ഫോർ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ്. നേരത്തെ പറഞ്ഞ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ഫീ ആയിരിക്കരുത്, കോമ്പൗണ്ടിങ് ഫീ ആയിരിക്കരുത്. ഷാൾ നോട്ട് ബി ഫോർ സെറ്റിൽ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റഡ് ഇൻ റിലേഷൻ വിത്ത് കോൺടാമിനേഷൻ അണ്ടർ സച്ച് ലോ. ഏതെങ്കിലും ലോ വയലേറ്റ് ചെയ്തത് കാരണമുള്ള അതിൻ്റെ പ്രൊസീഡിങ്സ് അതിന് വരുന്ന എക്സ്പെൻസസ് അതായിരിക്കാൻ പാടില്ല. അടുത്ത സെക്ഷൻ 37(2)(b) നോക്കാം. അഡ്വർടൈസ്മെന്റ് ഇൻ സുവനീർസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഡിസലോ. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ അസസി ഓൺ അഡ്വർടൈസ്മെന്റ് ഇൻ എനി സുവനീർ, ബ്രോഷർ, ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പാംലെറ്റ് ആണ്, പബ്ലിഷ്ഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഡിസലോ. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് വന്നിട്ട് അതിനകത്ത് പരസ്യം ചെയ്യണം. വന്ന് ബിസിനസ്സുകാരുടെ അടുത്ത് പറയും നിങ്ങളത് പരസ്യം ചെയ്തേ പറ്റും. അപ്പോൾ അവർക്ക് പേടിച്ചായിരിക്കും ഇത് ചെയ്യുന്നത്. കാര്യം നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റു പല ബുദ്ധിമുട്ടുകളും അവരുടെ ബിസിനസ്സിലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിന് എക്സ്പെൻസ് വരും. ഇപ്പോൾ അവരുടെ ഒരു സുവനീറോ ഇല്ലെങ്കിൽ ഒരു പാംഫ്ലെറ്റോ ഇല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റോ എന്തെങ്കിലും ഉണ്ട്, അതിനകത്ത് ഒരു ഹാഫ് പേജ് പരസ്യം എന്ന് പറയുമ്പോൾ 5000 രൂപ 10,000 രൂപ എന്ന് പറഞ്ഞ് ശരിക്കും അതൊരു പരസ്യം ചെയ്യുകയാണോ ഡൊണേഷൻ ആണോ എന്തായാലും. അപ്പം അങ്ങനെയുള്ളൊരു കേസാണ്. അപ്പം അങ്ങനെയുള്ള അത് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കിയതിന് അത് നിങ്ങൾക്ക് 37 നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ഹൗവർ ഇറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80(g)(b) or under section 80(g)(c) as donations to political parties. അങ്ങനെ ഡൊണേഷൻ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള അതിനകത്ത് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 80(g)(b) is allowed only to companies if opted out of 115 BAA or BAB. ഓക്കെ, അത് കമ്പനീസിന് മാത്രമേ ഉള്ളൂ GGB എന്ന് പറയുന്നത്. GGC is allowable for others other than company if opted out of 115 BSc. Expenditure on neon sign is capital expenditure and depreciation is claimed on it. നമ്മൾ നേരത്തെ 43 സെക്ഷൻ 43B പറ്റി പറഞ്ഞായിരുന്നു. certain deductions to be allowed only on actual payment. സെക്ഷൻ 43B. ഇതിനകത്ത് പറയുന്നത് അപ്പോൾ അതിലുള്ളത് സം പേയബിൾ ടാക്സ്, ഡ്യൂട്ടി, സെസ് ഓർ ഫീ, അങ്ങനെയുള്ള മുനിസിപ്പൽ ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ പേ ചെയ്താൽ മാത്രമേ അത് ഡിഡക്ഷൻസ് ഈ സെക്ഷൻ അനുസരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റൂ. അതുപോലെ കോൺട്രിബ്യൂഷൻ ടു എനി പ്രോവിഡന്റ് ഫണ്ട്, സൂപ്പറാനുവേഷൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഫണ്ട്, ഇതെല്ലാം 43B ആപ്ലിക്കബിൾ ആണ്.
അതുപോലെ വെൽഫെയർ ഫണ്ട് ഇതെല്ലാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ എനി ലോൺ ഓർ ബോറോയിങ്സ് ഫ്രം എനി പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓർ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ, ഇതൊക്കെ ആക്ച്വലി ഇൻകർ ചെയ്താൽ മാത്രം, ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ ഇത് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ എനി ലോൺ ഓർ ബോറോയിങ്സ് ഫ്രം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, ഇതെല്ലാം അതിനകത്ത് വരും. ഇൻട്രസ്റ്റ് ഓൺ എനി ലോൺ ഓർ അഡ്വാൻസസ് ഫ്രോം എ ഷെഡ്യൂൾഡ് ബാങ്ക് ഓർ കോപ്പറേറ്റീവ് ബാങ്ക്, സം പേയബിൾ ആസ് എൻ എംപ്ലോയർ ഇൻ ലീവ് ഓഫ് ഇൻ ലീവ് അറ്റ് ദ ക്രെഡിറ്റ്. ഓക്കെ. അപ്പം ലീവ് എൻകാഷ്മെന്റ്, എംപ്ലോയർ ചെയ്യുന്ന ലീവ് എൻകാഷ്മെന്റ്, ഇതൊക്കെ പേ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. പേ ചെയ്യാതെ അക്രൂ ചെയ്തുകൊണ്ട് കാര്യമില്ല. സം പേയബിൾ ടു ഇന്ത്യൻ റെയിൽവേസ് ഫോർ ദ യൂസ് ഓഫ് റെയിൽവേ അസറ്റ്സ് ഉണ്ടാവും. സം പേയബിൾ ടു എ മൈക്രോ ഓർ സ്മോൾ എന്റർപ്രൈസ് ബിയോണ്ട് ദ ടൈം ലിമിറ്റ് സ്പെസിഫൈഡ് സെക്ഷൻ 15 ഓഫ് ദ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ ഓർ സ്മോൾ മീഡിയം എന്റർപ്രൈസിന് ഇത്ര ദിവസത്തിനകം അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട്, ഒരു സപ്ലയർ ആണെങ്കിൽ എന്താണെങ്കിലും അങ്ങനെയുള്ള എമൗണ്ട് ഇത്ര ദിവസത്തിന് കൊടുക്കണമെന്നും അത് കൊടുത്ത് അതൊരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റണമെങ്കിൽ അത് പേ ചെയ്തിരിക്കണം. അപ്പം അത് വലിയ കമ്പനികൾ ചെറിയ കമ്പനികളുടെ മുകളിൽ അഡ്വാൻറ്റേജ് എടുക്കാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ആക്ച്വലി പെയ്ഡ് ആയിരിക്കണം ബിഫോർ ദ ഡ്യൂ ഡേറ്റ്, അത് പേ ചെയ്തിരിക്കണം. അത് റിട്ടേൺ ഓഫ് ഇൻകം അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 139, അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് പല കേസിലും ഇപ്പം നമ്മൾ പി എഫിൻ്റെ കേസ് പറഞ്ഞു. പി എഫിൻ്റെ കേസിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 139 അനുസരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റിന് മുമ്പ് അത് പേ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല അത് ഈ ഫീ പേ ചെയ്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ പേ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ പ്രൂഫ് റിട്ടേണിനൊപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്.